ഗുഡ് മോർണിംഗ്. ഓപ്പണിംഗ് അവേഴ്സ് വിത്ത് മൈഫിലേക്ക് എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് റിസർച്ച് ഹെഡ് ആയിട്ടുള്ള മിസ്റ്റർ സൂരജ് സാറാണ്. സർ, ഗുഡ് മോർണിംഗ്. ഹാപ്പി മോർണിംഗ് അനില. സർ, ആദ്യം നമുക്ക് മാർക്കറ്റിൻ്റെ ഒരു ഓപ്പണിംഗ് അപ്ഡേറ്റ്സിലൂടെ വളരെ പെട്ടെന്ന് പോയി നോക്കാം. മാർക്കറ്റിനെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോഴേക്കും ഇന്നലെ വൈകുന്നേരം വളരെ സ്ട്രോങ് ആയിട്ടൊരു ക്ലോസിംഗ് നടത്തണം. ഓൾമോസ്റ്റ് ഒരു 25,500 എന്നൊരു ലെവലിന് മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു എങ്കിൽ പോലും ഇന്നിപ്പോൾ അത്ര ആശ്വാസകരമായിട്ടുള്ള ഒരു നിലയിലല്ല മാർക്കറ്റ് സ്ഥിതി ചെയ്യുന്നത്. 25,479.35 വീണ്ടും 25,500 എന്നൊരു ലെവൽ കൈവിട്ടിരിക്കുകയാണ്. പക്ഷേ ഇടിവെന്ന് പറയുമ്പോൾ കാര്യമായ തോതിൽ ഇടിവെന്നും പറയാൻ സാധിക്കുന്നില്ല. കൂടുതലായിട്ടും ഒരു ഫ്ലാറ്റിഷ് ടോണിലാണ് നിലനിൽക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയിൽ ഇന്നലത്തെ ആ ഒരു മുന്നേറ്റത്തിന് ഭാഗമായിട്ട് ഇന്നിപ്പോൾ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് ആണ് കാണുന്നത്. സെക്ടേഴ്സ് വൈസ് പരിശോധിക്കുകയാണെങ്കിൽ ബ്രോഡർ മാർക്കറ്റ് അല്പം കൂടി കൂടുതലായിട്ടൊരു ബൈയിങ് ഇൻട്രസ്റ്റ് കടന്നു വന്നതായിട്ടാണ് കാണുന്നത്. സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ് ഓൾമോസ്റ്റ് ഒരു 0.5% മുകളിൽ കയറിയിട്ടുണ്ട്. ഒപ്പം തന്നെ മിഡ് ക്യാപ്പിലേക്ക് എത്തുകയാണെങ്കിലും ഓൾമോസ്റ്റ് ഒരു 0.5% അടുത്താണ് ഇപ്പോൾ നേട്ടത്തിലാണ് ട്രേഡിംഗ് നടത്തി വരുന്നത്. ഫാർമ സൂചികയും ഒരു ഫ്ലാറ്റ് ടു പോസിറ്റീവ് ടോണിൽ നിലനിൽക്കുന്നുണ്ട്. മെറ്റൽ സൂചികയും 0.35% നേരിയൊരു ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇനി ഓഹരികളിലേക്ക് എത്തുകയാണെങ്കിലും കൂടുതലായിട്ടും ഓഹരികളിലൊക്കെ തന്നെ ഒരു പുഷ് ആൻഡ് പുള്ളാണ് പ്രധാനമായിട്ടും കാണാൻ സാധിച്ചിരിക്കുന്നത്. സുരേഷ് സാർ, ഇന്നിപ്പോൾ വീണ്ടും ജൂലൈ 9 ആ ഒരു മൊറട്ടോറിയം പീരീഡ് അവസാനിച്ചൊരു ദിവസത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ഇന്നലെ വീണ്ടും ട്രംപിൻ്റെ ഭാഗത്തുനിന്ന് പ്രഖ്യാപനമുണ്ടായിരുന്നു. ഫാർമ കമ്പനികളുടെ മേൽ 200% ഒരു താരിഫ്, കോപ്പറിന് മേൽ 50% താരിഫ് ഏർപ്പെടുത്തും. തുടർച്ചയായിട്ടുള്ള നയപ്രഖ്യാപനങ്ങളിൽ മാറ്റങ്ങൾ ട്രംപിൻ്റെ ഭാഗത്തുനിന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു പിൻബലത്തിൽ നോക്കുമ്പോഴും ഇന്നലെ US മാർക്കറ്റ് അടക്കം ഒരു മിക്സഡ് പെർഫോമൻസ് ആയിരുന്നു കാണാൻ സാധിച്ചിരുന്നത്. ഗ്ലോബൽ ഹാൻഡ് ഓവേഴ്സിനെ ബേസ് ചെയ്തിട്ടുള്ള താങ്കളുടെ ഒരു എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? അനിൽ, ആദ്യം തന്നെ BSEക്ക് കൺഗ്രാജുലേഷൻസ്. ഏതാണ്ട് 150 കൊല്ലത്തെ ആ ഒരു എന്താ പറയുക ഒരു ഇൻവോൾവ്മെൻ്റ് ആണ് നമ്മുടെ ഇടയിൽ BSE ഉണ്ടാക്കിയിരിക്കുന്നത്. ഏതാണ്ട് എനിക്ക് തോന്നുന്നു 1880 1850 22 പേര് ഒരു ആൽമരത്തിൻ്റെ ചോട്ടിൽ തുടങ്ങിയതാണ് BSEയുടെ ചരിത്രം എന്ന് പറയുന്നത്. അത് പറയാൻ തന്നെ ശരിക്കും പറഞ്ഞാൽ ഒരു എപ്പിസോഡിൽ കൂടുതൽ വേണം എന്നുള്ളതാണ്. എത്രയോ യുദ്ധങ്ങൾ, എത്രയോ ചലഞ്ചസ്, എത്രയോ നല്ല ആക്ടിവിറ്റീസ്, അല്ലെങ്കിൽ എത്ര റിസഷൻസ്, പൊളിറ്റിക്കൽ ടർമോയിൽസ് ഒക്കെ താണ്ടി 150 കൊല്ലം പിന്നിട്ടിരിക്കുന്നു എന്നുള്ളത് വളരെ അഭിമാനകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അന്നത്തെ ഒരു ഹിസ്റ്റോറിക് ഡേ ആണ് എന്നുള്ളത് പറഞ്ഞു വയ്ക്കുന്നു തുടക്കം തന്നെ. രണ്ടാമത് നമ്മൾ മാർക്കറ്റിലേക്ക് പോവുകയാണെങ്കിൽ അനില പറഞ്ഞത് ശരിയാണ്. ഈ ടാരിഫിൻ്റെയൊക്കെ ഇടയിലും ശരിക്കും പറഞ്ഞാൽ സ്റ്റോക്ക് മാർക്കറ്റ്സ് ഗ്ലോബലി US മാർക്കറ്റ്സും ഇന്ത്യൻ മാർക്കറ്റ്സും ഒക്കെ ഒരു കോൾഡ് ഇയർ, അതായത് വലിയൊരു എന്താ പറയുക ഒരു തണുപ്പൻ ബട്ടാണ് ശരിക്കും പറഞ്ഞാൽ മാർക്കറ്റ് ഈ വക കാര്യങ്ങളിലേക്ക് ഒരു കാണിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. കാര്യം എന്ന് വെച്ചാൽ നമുക്കറിയാം, ഇപ്പോൾ ഈ പറയുന്ന പോലെ മാർക്കറ്റ് ഇപ്പോൾ മനസ്സിലാക്കിയിരിക്കുന്ന കാര്യം എന്താ, ടാരിഫിൻ്റെ ലെവലുകളോ അല്ലെങ്കിൽ ഡേറ്റുകളോ ഒക്കെ എന്ന് പറയുന്നത് വെറും സിംബോളിക് മാത്രമാണ്. ഇതൊക്കെ ഒരു നെഗോസിയേഷൻ്റെ പാർട്ടാണ് എന്ന് പൊതുവെ മനസ്സിലാക്കിയോണ്ടായിരിക്കാം മാർക്കറ്റിൽ ഈ പറയുന്ന പോലെ പണ്ടൊക്കെ ആദ്യമൊക്കെ നമ്മൾ ഏപ്രിലൊക്കെ എന്തെങ്കിലും ഒരു സ്റ്റേറ്റ്മെൻറ്റ് ട്രംപിൻ്റെ ഭാഗത്തുനിന്ന് വരുമ്പോൾ ഭയങ്കര നീജർക്ക് റിയാക്ഷൻ അല്ലെങ്കിൽ ഭയങ്കര ഇമോഷണൽ ആയിട്ടാണ് മാർക്കറ്റ് എന്താ പറയുക അതിനെ എടുത്തിരുന്നത് എന്നുള്ള. പക്ഷെ ഇപ്പോൾ വന്ന് ഏതാണ്ട് മാർക്കറ്റ് ഒരു തണുപ്പൻ മനോഭാവമാണ്. അതായത് ട്രംപ് എന്ത് ടാരിഫ് പറഞ്ഞാലും ശരി, ഡേറ്റ് എക്സ്റ്റൻഷൻ പറഞ്ഞാലും ശരി, അല്ലെങ്കിൽ ജപ്പാനോടും സൗത്ത് കൊറിയയോടും സ്പെഷ്യലായിട്ടുള്ള ഒരു ടാരിഫ് വയ്ക്കുന്നു എന്നൊക്കെ പറയുമ്പോഴും മാർക്കറ്റ് അതൊന്നും കണക്കാക്കാത്ത രീതിയിൽ തീരുമാനമാകട്ടെ. അതായത് ഇതൊക്കെ ഒരു സിംബോളിക്കാണ്. ഫൈനൽ നെഗോസിയേഷൻ വരുമ്പോഴത്തേക്കും ഇതെങ്ങനെയായിരിക്കും എന്നുള്ളത് മാത്രമേ മാർക്കറ്റ് നോക്കുന്നുള്ളൂ എന്നാണ് മനസ്സിലാക്കിയത്. അനില പറയുന്ന പോലെ ശരിയാണ്. S&P 500 ഏതാണ്ട് ഫ്ലാറ്റാണ്, അതായത് -0.07% ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഡൗ അതേപോലെ ഏതാണ്ട് മാർജിനലി ഡൗൺ, അതായത് 0.37% മാത്രമാണ് ഡൗൺ ആയിരിക്കുന്നത് എന്നുള്ളതാണ്. പിന്നെ ഒരു കാര്യം, ട്രംപിൻ്റെ തന്നെയാണ് ഇന്നത്തെ താരം. അതായത് ട്രംപിൻ്റെ വാക്കുകളിൽ നിന്നാണ് ഒരുപാട് കാര്യങ്ങൾ തന്നെ നമ്മൾ ഇന്ന് ഓപ്പണിംഗ് അവേഴ്സിൽ പറയേണ്ട. ഒന്നാമത്തെ കാര്യം ട്രംപ് പറഞ്ഞത് August 1 എന്ന് പറയുന്ന ഡെഡ് ലൈൻ ഇനി ഫൈനലാണ്. ഇനി അവിടുന്ന് ഒരു അടി ഞങ്ങൾ മുന്നോട്ട് ഒരു എക്സ്റ്റൻഷൻ കൊടുക്കൂല എന്നുള്ളത് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നു എന്നുള്ളതല്ല. പിന്നെ അത് മാത്രമല്ല, ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ട്രംപ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് കോപ്പർ ഇമ്പോർട്ട്സിന് 50% ടാരിഫ് വച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ടൈം ലൈൻ ഒന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ല. അതായത് 2 മാസത്തിനുള്ളിൽ വരുമോ, ഉടനെ വരുമോ, അല്ലെങ്കിൽ എപ്പോഴാണ് വരും എന്നുള്ള ടൈം ലൈൻസ് ഒന്നും പറഞ്ഞില്ലെങ്കിലും 50% ടാരിഫാണ് വച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ദിസ് മേക്സ് ഇറ്റ് അറ്റ് പാർ വിത്ത് അലൂമിനിയം ആൻഡ് സ്റ്റീൽ. അലൂമിനിയം സ്റ്റീലിനും ഏതാണ്ട് ഇതേ റേറ്റിൽ തന്നെ ഒരു ടാരിഫ് വെച്ചിട്ടുള്ളത്. അപ്പം 3 മെയിൻ കമ്മോഡിറ്റീസ് ആയ കോപ്പർ, അലൂമിനിയം, സ്റ്റീലിനൊക്കെ ഏതാണ്ട് 50% ഇമ്പോർട്ട് ടാരിഫ് വെച്ചിരിക്കുന്നു. അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അമേരിക്ക ഏതാണ്ട് അവരുടെ 50% റിക്വയർമെൻറ്റ്സും അവർ ഇമ്പോർട്ടാണ് ചെയ്യുന്നത്. ഈ ചിലി എന്നാണ് അവർ കൂടുതലും ചെയ്യുന്നത്. കാര്യം ചിലിയിലാണല്ലോ കോപ്പർ മൈൻസ് ഏറ്റവും കൂടുതലുള്ള, ഗ്ലോബലി തന്നെ ഏറ്റവും കൂടുതൽ കോപ്പർ മൈൻസ് ഉള്ള സ്ഥലമാണ് ചിലി എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടർ തന്നെയാണ്. അതായത് സെക്ടറലിൻ്റെ, അതായത് പല രാജ്യങ്ങൾക്കും ഉള്ള ടാരിഫുകൾ പറയുന്നുണ്ടല്ലോ. ഇപ്പോൾ ഇന്ത്യക്ക് വച്ചിരിക്കുന്നത് 26,
പക്ഷേ 26 തൽക്കാലം 90 ദിവസത്തേക്ക് മാറ്റി വെച്ചിരിക്കുന്നു. 10% മാത്രമേ ഉള്ളൂ. ഇത് അവർ ഡിസൈഡ് ചെയ്തിരിക്കുന്നത് നമ്മളും US തമ്മിൽ, ഇന്ത്യയും US തമ്മിലുള്ള ട്രേഡ് ഡെഫിസിറ്റ് കണക്കിലെടുത്താണ്. എന്നാൽ സെക്ടോറൽ ഇൻഡിസസ് വേറെ സെപ്പറേറ്റ് ആയിട്ട് ഉണ്ട് എന്നുള്ളതാണ് പറഞ്ഞു വെക്കേണ്ടത്. ഇപ്പോൾ മെറ്റൽ ആൻഡ് കമോഡിറ്റിയെ കുറിച്ച് നമ്മളിപ്പോൾ പറഞ്ഞു, അത് സെക്ടോറൽ ഇൻഡിസസ് ആണ്, അത് രാജ്യങ്ങൾക്ക് കൊടുത്തിരിക്കുന്നതായിട്ട് ബാധകമല്ല. അപ്പോൾ ഇത് സെപ്പറേറ്റ് ആയിട്ട് ഉണ്ട് എന്നുള്ളതാണ്. പിന്നെ രണ്ടാമത് ഈ പറയുന്ന പോലെ ഇന്നലെ ശരിക്കും പറഞ്ഞാൽ ആ കോപ്പർ നമ്മൾ ഈ 50% വെച്ചില്ലേ, ശരിക്കും പറഞ്ഞാൽ കോപ്പർ ഫ്യൂച്ചേഴ്സ് ഇന്നലെ ഒരു ടൈമിൽ 17% അപ്പായിരുന്നു. അതായത് 1988 ശേഷം ഇത്രയും വലിയൊരു മൂവ്മെൻറ്റ് കോപ്പർ ഫ്യൂച്ചേഴ്സിൽ ഒരു ദിവസം സിംഗിൾ ഇൻട്രാഡേയിൽ നടന്നിട്ടില്ല എന്നുള്ളതാണ്. ബട്ട് ഇതിൻ്റെ ടൈം ലൈൻ ഒന്നും പറയാത്തതുകൊണ്ടും മറ്റുള്ള കോണ്ടോസ് ഒന്നും അറിയാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു മാർക്കറ്റിൽ എൻഡ് ഓഫ് ദ ഡേ അല്ലെങ്കിൽ എൻഡ് ഓഫ് ദ ട്രേഡിംഗ് സെഷൻ അതൊന്ന് കൂൾ ഓഫ് ചെയ്ത് 10% മാത്രമായി എന്നുള്ളതാണ്. പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് ട്രംപ് പറഞ്ഞിരിക്കുന്നത് ഏതാണ്ട് 200% ടാരിഫ് ഓൺ ഫാർമ. അത് അദ്ദേഹം പറയണത് എന്താ വെച്ചാൽ, ഞാൻ ഒരു കൊല്ലത്തെ സമയം ഫാർമ കമ്പനീസിന് കൊടുക്കുന്നു. എന്തിനാ? അവർക്കൊന്ന് റീഓർഗനൈസ് ചെയ്ത് കാര്യങ്ങളൊക്കെ ഒന്ന് ശരിയാക്കാനായിട്ട്. അതിനുശേഷം ഹെവി ടാരിഫ് ആയിട്ടുള്ള 200% ആണ് ഇമ്പോർട്ട് ചെയ്യാൻ പോകുന്നത് ഓൺ ഫോറിൻ മെയ്ഡ് ഫാർമ പ്രോഡക്ട്സ് എന്നുള്ളതാണ്. അത് എങ്ങനെ ഇന്ത്യൻ കമ്പനികളെ അല്ലെങ്കിൽ ഇന്ത്യൻ ഫാർമ സെക്ടറിനെ എഫക്റ്റ് ചെയ്യും എന്നുള്ളത് നമ്മൾ ഫൈൻ പ്രിൻറ്റിലേക്ക് കടന്നാൽ മാത്രമേ പറ്റുള്ളൂ. അങ്ങനത്തെ ഡീറ്റെയിൽസ് ഇപ്പം നമ്മുടെ കയ്യിൽ ഇല്ല എന്നുള്ളതാണ്. പിന്നെ ട്രംപ് വേറൊരു കാര്യം കൂടെ പറഞ്ഞു വയ്ക്കുന്നു. ബ്രിക്ക് എന്ന് പറയുന്ന ആ അസോസിയേഷൻ അല്ലെങ്കിൽ ഓർഗനൈസേഷനിൽ നിങ്ങളൊരു മെമ്പർ ആണെങ്കിൽ പോലും ഒരു 10% ടാരിഫ് വയ്ക്കാനുള്ള സാധ്യതകളുണ്ട് എന്നും കൂടി പറഞ്ഞു വയ്ക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനത്തെ കുറേ കാര്യങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ ട്രംപിനെ കുറിച്ച് നമുക്ക് ഇന്നലത്തെ ഒരു ദിവസം പറയാനുള്ളതെന്നുള്ള. ഓയിലിനെ സംബന്ധിച്ച് നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ $70 പെർ ബാരൽ വരെ ഓയിൽ വന്നിരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ 69 ചില്ലറ എങ്ങാണ്ടായിരുന്നു എന്ന് തോന്നുന്നു അല്ലേ, $68 അല്ലേ. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ ഒരു ന്യൂസ് എനിക്ക് തോന്നുന്നു ബ്ലൂംബർഗ് ആണ് റിപ്പോർട്ട് ചെയ്തതെന്ന് തോന്നുന്നു. അതായത് യമനിലെ ഹൂത്തി മിലിറ്റൻസ് ഉണ്ടല്ലോ, ആ റിബൽസ് വീണ്ടും പാസഞ്ചർ കമേഴ്സ്യൽ ഷിപ്സിനെ അറ്റാക്ക് ചെയ്യുന്നു എന്നുള്ളൊരു കാരണത്താലാണ് അത് വന്നേക്കുന്നത്. അത് കൂടാതെ തന്നെ ഇന്ന് ശരിക്കും പറഞ്ഞാൽ വേറൊരു അൺകൺഫേംഡ് റിപ്പോർട്ട്സ് വന്നിട്ടുണ്ട്. അതായത് ട്രംപും ഇസ്രായേലി പ്രൈം മിനിസ്റ്റർ ബെഞ്ചമിൻ നെതന്യാഹുവും ഒരു പേഴ്സണലി മീറ്റ് ചെയ്യുന്നു, പ്രൈവറ്റ്ലി മീറ്റ് ചെയ്യുന്നു. അജണ്ട എന്താണെന്നുള്ളത് പറഞ്ഞിട്ടില്ല എന്നുള്ള. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാർക്കറ്റിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്നു എന്നുള്ള. നിഫ്റ്റിയെ സംബന്ധിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഇന്നലെ ഒരു ലേറ്റ് അവറിലാണ് ശരിക്കും പറഞ്ഞാൽ ഒരു ബമ്പ് പോകുന്നത്. അതുവരെ വലിയ ഒരു ഉറങ്ങിക്കിടന്ന മാർക്കറ്റായിരുന്നു. ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം 25,520 എന്ന് പറയുന്നത് 25,520 എന്ന് പറഞ്ഞാൽ ഒരു കീ ലെവൽ ഇന്നലെ പാസ് ചെയ്ത് ക്ലോസ് ചെയ്തത്, അതായത് ക്രോസ് ചെയ്ത് ക്ലോസ് ചെയ്തത് മാർക്കറ്റിനെ സംബന്ധിച്ച് ടെക്നിക്കലി ഒരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. നമ്മൾ മാർക്കറ്റിൽ ഒരു ഡൗൺവേർഡ് ആയിട്ട് മാർക്കറ്റിൻ്റെ ഒരു സപ്പോർട്ട് നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും 25,331 തന്നെയാണ്. അപ്പോർഡ് റെസിസ്റ്റൻസ് നോക്കുകയാണെങ്കിൽ 25,669. അത് ബ്രേക്ക് ചെയ്ത് മുന്നോട്ട് പോയാൽ മാത്രമേ നമുക്ക് മീനിങ് ഫുൾ ആയിട്ടുള്ള റാലി നമുക്ക് പോകുന്നുള്ള. പിന്നെ നമുക്കിപ്പോൾ ചൈനയിൽ നിന്ന് വരുന്ന കുറച്ച് ഡേറ്റ കാരണം തന്നെ ഹോങ്കോങ് മാർക്കറ്റ് ഞാൻ രാവിലെ നോക്കുമ്പോൾ ഏതാണ്ട് -0.85%, അതായത് ഹാങ്സങ് ഡൗൺ ആയിരുന്നു എന്നുള്ളതാണ്. കാര്യം എന്ന് വെച്ചാൽ അവിടെ ചൈനയുടെ ഡേറ്റ എന്ന് പറഞ്ഞാൽ ഡിഫ്ലേഷൻ ഇന്നും ചൈനയിൽ ഒരു പ്രോബ്ലമാണ്. ഡിഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? സാധാരണ ഗുഡ്സ് ആൻഡ് ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ പ്രൈസ് റൈസിനാണ് നമ്മൾ ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞത്. ഡിഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. അതായത് ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ പ്രൈസ് വളരെ താഴേക്ക് പോകുന്നു എന്നുള്ള. അതായത് നമ്മൾ പണ്ട് ഒരു 100 രൂപ കൊടുത്ത് എത്ര സാധനം മേടിച്ചിരുന്നോ, ഇന്ന് അതിനേക്കാളും ഡിഫ്ലേഷൻ കാരണം അതേ 100 രൂപ കൊടുത്ത് നമുക്ക് കൂടുതൽ സാധനങ്ങൾ മേടിക്കാൻ പറ്റും. അതായത് നമ്മുടെ ദ വാല്യൂ ഓഫ് ദ മണി ഇൻക്രീസസ് എന്നുള്ളതാണ്. അതേസമയം ദ പ്രൈസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഈസ് ഗോയിങ് ഡൗൺ എന്നുള്ളതാണ് ഡിഫ്ലേഷൻ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് ഈ പറയുന്ന പോലെ നമുക്ക് ഒരു ഹോൾസെയിൽ ഡിഫ്ലേഷൻ എന്ന് പറയുന്നത് ചൈനയിൽ ഡീപ്പൻ ചെയ്യുന്നതാണ്. അതായത് പ്രൊഡ്യൂസേഴ്സ് പ്രൈസ്, അതായത് പ്രൊഡ്യൂസ് ചെയ്യുന്നവരുടെ പ്രൈസ് ശരിക്കും പറഞ്ഞാൽ ഏതാണ്ട് -3.6% ഇയർ ഓൺ ഇയർ ഡിക്ലൈൻ ആണെന്നുള്ളതാണ്. അതുകൊണ്ടാണ് ആ ഡിഫ്ലേഷൻ വരുന്നത് എന്നുള്ളത്. ബട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം കൺസ്യൂമർ പ്രൈസസ് ശരിക്കും പറഞ്ഞാൽ 0.1% അപ്പം എന്നുള്ള ഡേറ്റയും കൂടെ വരുന്നു എന്നുള്ള. പിന്നെ നമ്മളൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ലാസ്റ്റ് ബട്ട് നോട്ട് ഇനി ഞാൻ എപ്പോഴും ഉറ്റുനോക്കുന്ന ഒരു ഡേറ്റ തന്നെയാണ്. അതായത് നമ്മൾ ഇന്ന് ശരിക്കും പറഞ്ഞ ഒരു ഡേറ്റ വരുന്നുണ്ട് ഇന്ത്യൻ മാർക്കറ്റിൽ. അതായത് ജൂണിലെ ഈ മ്യൂച്വൽ ഫണ്ട്സിൻ്റെ ഡേറ്റ നമുക്കിപ്പോൾ അറിയാം. മെയ് സമയത്ത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഓപ്പണിംഗ് അവേഴ്സിൽ ജാസ്മിനുള്ളപ്പോൾ നമ്മൾ റിപ്പോർട്ടും ചെയ്തിരുന്നു. അതായത് മ്യൂച്വൽ ഫണ്ട്സിലേക്കുള്ള നെറ്റ് ഫ്ലോ 18,900 crores ആയിട്ട് കുറഞ്ഞു. അതായത് വലിയ ഫിഗറായിട്ട് നിന്നത് 18,900 crores ആയിട്ട് കുറഞ്ഞു. നമുക്കറിയാലോ കോവിഡിന് ശേഷം 2020 ശേഷം സാധാരണ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് മ്യൂച്വൽ ഫണ്ടിലൂടെ സിപ്പും അല്ലെങ്കിൽ മറ്റുള്ള ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനും വഴി ഒരുപാട് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് മാർക്കറ്റിലേക്ക് ഇറങ്ങിയിരുന്നു എന്നുള്ള. അപ്പോൾ
എന്നും ഇന്ത്യൻ മാർക്കറ്റിലേക്ക് മ്യൂച്വൽ ഫണ്ട്സിലേക്കുള്ള ഇൻഫ്ലോ ഭയങ്കര കൂടുതലായിരുന്നു. മെയ് മാസം അത് കൂടുതൽ തന്നെയായിരുന്നു, ബട്ട് പ്രതീക്ഷിച്ചത്ര അല്ലെങ്കിൽ ഒരു ഹിസ്റ്റോറിക്കൽ ഫിഗേഴ്സ് അനുസരിച്ച് കുറവായിരുന്നു എന്നുള്ള. അപ്പം നമ്മൾ സാധാരണ ശരിക്കും പറഞ്ഞാൽ ശരിക്കും ഈ അടുത്ത കാലത്ത് ഇന്ത്യൻ മാർക്കറ്റിനെ താങ്ങി നിർത്തിയിരിക്കുന്ന കംപ്ലീറ്റ് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സാണ്. പക്ഷേ നമ്മളെ പോലത്തെ ഒരു കമൻറ്റേറ്റേഴ്സ് എപ്പോഴും പറയുമ്പോൾ FIIs ഇത്രയും സെല്ല് ചെയ്തു. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ്, അതായത് DIIs ഇന്ത്യയിൽ ബൈ ചെയ്തു എന്ന് പറയുമ്പോൾ നമ്മൾ വിശ്വസിക്കുന്നത് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്നത് വേറൊരു എൻറ്റിറ്റി ആണെന്നല്ല, വേറൊരു എൻറ്റിറ്റി ആണെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. DI എന്ന് പറയുന്നത് നമ്മൾ തന്നെയാണ്. കാര്യം നമ്മൾ കൊടുക്കുന്ന പൈസയാണ് മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ FIIs, DIIs, റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സും സെപ്പറേറ്റ് കാറ്റഗറി ഒന്നുമില്ല. FIIs ഓക്കെ, പുറത്തുനിന്ന് വരുന്ന പൈസ. പക്ഷേ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സും റീറ്റെയിലേഴ്സും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. പേരിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. കാര്യം മറ്റേത് റീറ്റെയിലേഴ്സ് ഡയറക്റ്റ്ലി ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത് നമ്മൾ മ്യൂച്വൽ ഫണ്ടിൽ കൂടെ ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്നുള്ള. അപ്പം നമ്മളെപ്പോഴും പോസിറ്റീവായിട്ട് പറയുന്നത് എന്താ, ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ബൈ ചെയ്തു, ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ബൈ ചെയ്തു. പക്ഷേ നമ്മൾ മനസ്സിലാക്കാത്ത കാര്യം അത് നമ്മൾ തന്നെയാണ് ബൈ ചെയ്യണേ എന്നുള്ള. ഇപ്പം നമ്മൾ പറയാറില്ലേ FIIസിൻ്റെ സെല്ലിംഗ്, പ്രൊമോട്ടേഴ്സിൻ്റെ സെല്ലിംഗ് കംപ്ലീറ്റ് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ബൈ അത് അബ്സോർബ് ചെയ്തു എന്ന് പറയുമ്പോൾ അർത്ഥം എന്താ, നമ്മൾ തന്നെയാണ് ഇത് മേടിച്ച് കൂട്ടുന്നത് എന്നുള്ള. അതായത് നമ്മൾ ഇൻഡയറക്ട്ലി മ്യൂച്വൽ ഫണ്ട് വഴി നമ്മൾ കൺഫേം ചെയ്യുകയാണ് പ്രൊമോട്ടേഴ്സ് സെല്ല് ചെയ്യുന്നത് നമ്മളാണ് മേടിക്കണതെന്ന്. അപ്പോൾ ആ ഒരു ഇമ്പോർട്ടൻറ്റ് മെസ്സേജ് കൂടി, അതായത് ഇന്ന് ആ ഡേറ്റ വരുന്നുണ്ടെന്നുള്ളതാണ് ഞാൻ അതിനെ ചേർത്ത് വായിക്കുന്ന ഒരു കാര്യമാണ്. അതായത് കോട്ടക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇക്വിറ്റീസിൻ്റെ ഇന്നലെ വന്ന ഒരു റിപ്പോർട്ട് ഉണ്ടായിരുന്നു. ആ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇക്വിറ്റീസിൻ്റെ റിപ്പോർട്ട് ശരിക്കും പറഞ്ഞാൽ ബിസിനസ് സ്റ്റാൻഡേർഡൊക്കെ അത് കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതായത് ശരിക്കും പറഞ്ഞാൽ 2021 ശേഷം നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ് നന്നായിട്ട് കയറിയപ്പോൾ പല കമ്പനികളെയും, എസ്പെഷ്യലി നമ്മൾ പറയുന്നത് ഈ ടോപ്പ് കമ്പനീസ് ഉണ്ടല്ലോ, അതായത് നമ്മുടെ നിഫ്റ്റിയിൽ പ്രൈവറ്റ്ലി ഹെൽഡ് കമ്പനീസിൽ ശരിക്കും പറഞ്ഞാൽ പ്രൊമോട്ടേഴ്സ് നല്ല രീതിയിൽ സെല്ല് ചെയ്തു എന്നാണ്. അതായത് ഈ ഹൈ വാല്യുവേഷൻസ് അവർ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്തു എന്നുള്ള. അതായത് ആർക്കാണ് അവരുടെ കമ്പനി ഏറ്റവും നന്നായിട്ട് അറിയുന്നത്? പ്രൊമോട്ടേഴ്സിന് തന്നെ. അപ്പോൾ പ്രൊമോട്ടേഴ്സിന് അറിയാം ആ കമ്പനിയുടെ ഫണ്ടമെൻ്റൽസും ഫിനാൻഷ്യൽസും വെച്ച് ഇപ്പം മാർക്കറ്റ് കൊടുത്തിരിക്കുന്ന വാല്യുവേഷൻ വളരെ ഓവർ വാല്യുവേഷൻ ആണെന്ന് മനസ്സിലാക്കിയോണ്ടായിരിക്കണമല്ലോ ഈ പറഞ്ഞ പോലെ പ്രൊമോട്ടേഴ്സ് വിറ്റു എന്നുള്ളത്. അതായത് അവർ ഹൈ വാല്യുവേഷൻസിൽ അവർ വിറ്റു എന്നുള്ളത്. അപ്പം നമ്മൾ 2-3 ദിവസം മുമ്പേ നമ്മൾ ഇതിൽ പറഞ്ഞിരുന്നു, അതായത് ഇന്ത്യൻ മാർക്കറ്റിന് എപ്പോഴും ഒരു സ്കേഴ്സിറ്റി പ്രീമിയം ഉണ്ടായിരുന്നു. ഇന്ത്യൻ മാർക്കറ്റ് മാത്രമല്ല, ഇന്ത്യൻ ഇൻഡെക്സിലെ തന്നെ മെയിൻ കമ്പനികൾക്ക് ഒരു സ്കേഴ്സിറ്റി പ്രീമിയം. അതായത് ലോകത്തൊക്കെ ശരിക്കും പറഞ്ഞാൽ ഫ്രീ ഫ്ലോട്ട് 90% ആണ്. അതായത് ഒരു സ്റ്റോക്ക് എടുക്കുകയാണെങ്കിൽ ഇപ്പം നമ്മൾ US, UK മാർക്കറ്റ്, ജപ്പാൻ മാർക്കറ്റിലേക്ക് എടുക്കുകയാണെങ്കിൽ പബ്ലിക്കിൻ്റെ ഷെയർ ഹോൾഡിംഗ് 90% ഓഫ് ദ ഇക്വിറ്റിയാണ്. അതായത് ആ കമ്പനി കൂടുതലും ഹോൾഡ് ചെയ്യണത് പബ്ലിക് ആണെന്നുള്ള. വലിയ പ്രൊമോട്ടർ എന്ന് പറയുന്ന കൺസെപ്റ്റ് ഒന്നുമില്ല. ഈ ലാർജസ്റ്റ് ഷെയർ ഹോൾഡർ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ഒരു പെൻഷൻ ഫണ്ടോ ഒരു ഇൻഷുറൻസോ ഒക്കെ ആയിരിക്കുന്നുള്ള, ഒരു ഇൻസ്റ്റിറ്റ്യൂഷനൊക്കെ ആയിരിക്കുന്നുള്ള. 90% ഹോൾഡ് ചെയ്തിരിക്കുന്നത് ഈ പറയുന്ന പോലെ പ്രൊമോട്ടർ എന്ന് പറയുന്ന കൺസെപ്റ്റ് ഇല്ലാതെ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സാണ്, പബ്ലിക്കാണ്. ആ കമ്പനി റൺ ചെയ്യുന്നത് ഒരു മാനേജ്മെൻറ്റ് ബോർഡാണ്, ഒരു പ്രൊഫഷണൽ മാനേജ്മെൻറ്റ് ബോർഡാണ്. നമ്മൾ CEO, COO, CFO എന്നൊക്കെ പറയുന്നില്ല. അതായത് നമ്മൾ AGMൽ തീരുമാനിക്കുന്ന ഒരു ബോർഡ് വെച്ചിട്ടാണ് നടത്തിക്കൊണ്ട് പോകുന്നത്. അതിനൊരു പ്രൊമോട്ടർ വേണമെന്ന് ഒരു ആവശ്യവും ഇല്ല കേട്ടോ. അപ്പോൾ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് പബ്ലിക്കാണ് ഇതിനെ നടത്തിക്കൊണ്ട് വരും. പക്ഷേ ഇന്ത്യ അങ്ങനെയല്ല. ഇന്ത്യയിലെ സംബന്ധിച്ച് കൂടുതലും പ്രൊമോട്ടേഴ്സിന് നല്ല ഒരു സ്റ്റേക്ക് ഉണ്ട്. അതായത് 45 മുതൽ 45, 55, 65, 75% വരെ ഹോൾഡിംഗ് ഉള്ള പല കമ്പനിയും ഉണ്ടെന്നുള്ള. അപ്പം കുറച്ച് ഷെയർസ് മാത്രമേ ഫ്രീ ഫ്ലോട്ട് ആയിട്ടുള്ളൂ. അപ്പോൾ അത് മാത്രമേ ട്രേഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ വെൻ ടു മച്ച് മണി chases this too few shares, obviously the prices of the stocks will go up. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ അതിനെയാണ് നമ്മൾ പറയുന്നത് സ്കേഴ്സിറ്റി പ്രീമിയം. അതായത് നമുക്ക് നല്ല ഷെയർ മേടിക്കാനുള്ള തട്ട് കാരണം നമ്മൾ മുകളിലോട്ട് ഇട്ടിട്ട് മേടിക്കും. FIIസും ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷനും മേടിക്കുന്നതുകൊണ്ടാണ് സ്റ്റോക്ക് കയറുന്നതെന്നുള്ള. അപ്പോൾ പ്രൊമോട്ടർ സെല്ലിംഗ് ഇത്രയും വന്നത് കാരണം എന്താ, ഇന്ത്യയുടെ ഫ്രീ ഫ്ലോട്ട് കൂടിയിരിക്കുന്നു എന്നുള്ളത്. അതായത് പബ്ലിക് ഷെയർ ഹോൾഡിംഗ് കൂടി, പ്രൊമോട്ടർ ഷെയർ ഹോൾഡിംഗ് കുറഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ ഏതാണ്ട് കോട്ടക്കിൻ്റെ റിപ്പോർട്ട് പറയുന്നത് എന്താ വെച്ചാൽ 2021 മുതൽ ഇന്നേ വരയ്ക്കും ഏതാണ്ട് 3.6 lakh crore സെല്ലിംഗ് പ്രൊമോട്ടേഴ്സ് സെല്ല് ചെയ്തു എന്നുള്ളതാണ്. നമുക്കറിയാലോ ചില ഫിഗേഴ്സൊക്കെ തന്നെ ഈ ബ്രിട്ടീഷ് അമേരിക്കൻ ടൊബാക്കോ ITCയിൽ വിട്ടത് ഏതാണ്ട് 12,900 crores ആണ്. സിങ്ടെൽ ഏതാണ്ട് ഭാരതി എയർടെല്ലിൽ വിട്ടത് 13,000 കോടിയാണെന്നുള്ളതാണ്. പിന്നെ അതുകൂടാതെ പ്രൊമോട്ടേഴ്സ് ഇൻഡിഗോ, അത് ശരിക്കും പറഞ്ഞാൽ ഒരു ഡിസ്പ്യൂട്ടിൻ്റെ പേരിൽ ഒരു പ്രൊമോട്ടർ പുറത്തു പോയതാണ്, 11,500 കോടിയാണ് അവർ സെല്ല് ചെയ്തതെന്നുള്ളത്. അതേപോലെ വിശാൽ മെഗാ മാർട്ട് 10,200 crores സെല്ല് ചെയ്തു. ബജാജ് ഫിൻസർവ്
500 കോടി സെല്ല് ചെയ്തു, ഹിന്ദുസ്ഥാൻ സിങ്ക് 3000 കോടി സെല്ല് ചെയ്തു. ഇങ്ങനെ പ്രൊമോട്ടേഴ്സ് പല രീതിയിൽ സെല്ല് ചെയ്തു എന്നുള്ളത്. ഇതിൻ്റെ ബൾക്കും, അതായത് ഈ സെല്ലിംഗ് ഓഫ് 3.6 lakh crore ബൈയിങ് മേടിച്ചിരിക്കുന്നത്, ബൾക്കും മേടിച്ചിരിക്കുന്നത് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്നതിനേക്കാളും മ്യൂച്വൽ ഫണ്ട്സ് ആണ് മേടിച്ചിരിക്കുന്നത് എന്നുള്ളത്. അതായത് മ്യൂച്വൽ ഫണ്ട്സ് വഴി നമ്മൾ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സാണ് അത് മേടിച്ചിരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ പ്രൊമോട്ടേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ഷെയർസ് പോയിട്ട് ഇപ്പോൾ റീറ്റെയിലേഴ്സാണ് ഹോൾഡ് ചെയ്യണേ എന്നുള്ളതാണ്. FIIസും FPIസും ഈ സമയത്ത് സെല്ലേഴ്സ് ആയിരുന്നു. അതായത് FPIയുടെയും പ്രൊമോട്ടറിൻ്റെയും സെല്ലിംഗ് ആണ് നമ്മളെന്ന് പറയുന്ന റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് പ്ലസ് നമ്മളെന്ന് പറയുന്ന റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് മ്യൂച്വൽ ഫണ്ടിൽ കൂടെയും നമ്മൾ മേടിച്ച് വെച്ചിരിക്കുന്നത് എന്നുള്ള. സാധാരണ പ്രൊമോട്ടേഴ്സ് ഇങ്ങനെ ചെയ്യാറുണ്ട്. അതായത് വാല്യൂഷൻ ഹൈ ആയിട്ട് വരുമ്പോൾ അവർ ശരിക്കും പറഞ്ഞാൽ വിൽക്കും. അത് സൈക്ലിക്കൽ ഡൗൺ ടേൺ വരുമ്പോൾ അവർ വീണ്ടും ബൈ ചെയ്യും. ഒന്നില്ലെങ്കിൽ വാറണ്ടി കൂടെ അല്ലെങ്കിൽ പബ്ലിക് മാർക്കറ്റിൽ കൂടെ തന്നെ ബൈ ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യൻ മാർക്കറ്റ് നമ്മൾ ഉറ്റുനോക്കേണ്ട ഒരു കാര്യം നമുക്കറിയാം. ഇങ്ങനെയൊക്കെ നടക്കുന്ന സ്ഥിതിയിൽ തന്നെ ഇന്ത്യൻ മാർക്കറ്റിൻ്റെ PE എന്ന് പറയുന്നത് ഏതാണ്ട് 21.7 ടൈംസ് ആണെന്നുള്ളത്. അതായത് 5-year ആവറേജ് എന്ന് പറയുന്നത് 20.5 ആണ്. 10-year ആവറേജ് എന്ന് പറഞ്ഞാൽ 20.7 ആണ്. 15-year ആവറേജ് എന്ന് പറഞ്ഞാൽ 19.7 ടൈംസ് ആണ്. അപ്പോൾ ഒരു 5-year നോക്കിയാലും 10-year നോക്കിയാലും 15-year ആവറേജ് നോക്കിയാലും ഇന്ത്യൻ മാർക്കറ്റ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് ഇത്തിരി ഒരു പ്രീമിയം ലെവലിലാണ്. 21.7 ടൈംസ് എന്നുള്ളതാണ്. രണ്ടാമത് പ്രൈസ് ടു ബുക്ക് എന്ന് പറഞ്ഞ വേറൊരു ഇൻഡിക്കേറ്റർ നമ്മൾ മാർക്കറ്റിനെ കുറിച്ച് നോക്കാറുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ 10-year ആവറേജ് ഇന്ത്യൻ മാർക്കറ്റിൽ 2.7 ടൈംസ് ആണ്. എന്നാൽ നമ്മളിപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 3.2 ടൈംസിലാണ് ട്രേഡ് ചെയ്യണത് എന്നുള്ള. മാർക്കറ്റ് ക്യാപ് ടു GDP, ഈ മാർക്കറ്റ് ക്യാപ് ടു GDP എന്ന് പറഞ്ഞാൽ FY26 വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഏതാണ്ട് 127% ആണ് മാർക്കറ്റ് ക്യാപ് ടു GDP. ശരിക്കും പറഞ്ഞാൽ ഒരു ഹിസ്റ്റോറിക്കൽ ആവറേജ് എന്ന് പറഞ്ഞാൽ 87% ആയിരുന്നു. എന്തിന്? സെപ്റ്റംബർ 2024 ഇത് വളരെ ഹൈ ആയിരുന്നു, 146% ആയിരുന്നു എന്നുള്ളതാണ്. ഓൾ ടൈം ഹൈ സമയത്ത്. അപ്പോൾ ഈ നമ്മൾ ഏത് പാരാമീറ്റർ നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റ് ഓവർ വാല്യൂഡ് ആണ്. ഒരേ ഒരു കാര്യം മാത്രമുണ്ട്, ഓവർ ഹീറ്റഡ് സോൺ അല്ല. അതായത് വളരെ എന്താ പറയുക റെഡ് ഹോട്ട് വാല്യൂഷനിലല്ല, എങ്കിലും ഓപ്റ്റിമം ലെവൽ ടു ഓവർ വാല്യൂഷൻ ലെവലിൽ തന്നെയാണ് ഇന്ത്യൻ മാർക്കറ്റ് ട്രേഡ് ചെയ്യുന്നത്. അതിൻ്റെ കൂടെ ഈ പ്രൊമോട്ടർ സെല്ലിങ്ങും കൂടെ നമ്മളൊന്ന് കണ്ടുവെക്കേണ്ടതുണ്ട്. ടാരിഫ് കൂടാതെ കാര്യങ്ങളിൽ ഫ്രീ ഫ്ലോട്ട് ഇൻക്രീസ് ചെയ്യുന്ന കാര്യം കൂടെ സ്കേഴ്സിറ്റി പ്രീമിയം നമ്മൾ റെഡ്യൂസ് ചെയ്യുന്നു ഇന്ത്യൻ മാർക്കറ്റിൽ എന്നുള്ള പറഞ്ഞു വയ്ക്കുന്നു. പിന്നെ ജെയിൻ സ്ട്രീറ്റിൻ്റെ ഒരു ന്യൂസ് വന്നിട്ടുണ്ട്. ജെയിൻ സ്ട്രീറ്റ് ലെറ്റർ ടു എംപ്ലോയീസ്, അവരുടെ എംപ്ലോയീസിന് അവർ കൊടുത്തതിൽ പറഞ്ഞു വെച്ചാൽ സെബി ഫണ്ടമെൻ്റലി മിസ്റ്റേക്കൺ എന്നാണ്. അതായത് നമ്മുടെ സ്ട്രാറ്റജിയെ സെബി ഫണ്ടമെൻ്റലി മിസ്റ്റേക്കൺ, അവർക്ക് എന്തോ തെറ്റിദ്ധാരണയിലാണ് അവരിത് ചെയ്തത് എന്നുള്ളതാണ്. അത് മാത്രമല്ല അവർ പറഞ്ഞ് ഞങ്ങൾ സാധാരണ ചെയ്തത് ബേസിക് ആയിട്ടുള്ള ഇൻഡെക്സിൻ്റെ ആർബിട്രാജ് ആണ് ചെയ്തതിലൊന്നും തെറ്റില്ല എന്നുള്ള. ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു എന്നുള്ള കാര്യം അവർ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിലെ ലീഗൽ ലൂപ്പ് ഹോൾസ് ഉപയോഗിച്ച് തന്നെയാണ് അവർ ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നമുക്കിനി സ്റ്റോക്ക് ഇൻ ന്യൂസ് നമുക്കൊന്ന് നോക്കുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ടെക്സ്റ്റൈൽ സ്റ്റോക്സ് നമ്മൾ ഇന്നലെയും പറഞ്ഞിരുന്നു. അതായത് ഈ ടാരിഫ് ബംഗ്ലാദേശ് അല്ലെങ്കിൽ വിയറ്റ്നാമിന് ഓൾറെഡി 20% വെച്ചിട്ടുണ്ട്. ബംഗ്ലാദേശ്, ചൈന, കാംബോഡിയ എന്നിങ്ങനെ പോലെയുള്ള ഇന്തോനേഷ്യ പോലെയുള്ള നമ്മുടെ കോമ്പറ്റീറ്റർ കൺട്രിക്ക് ഇതുവരെ വയ്ക്കാത്ത സ്ഥിതിക്കും ലെറ്റർ അയച്ച സ്ഥിതിക്കും എങ്ങനെയാണ് ഇന്നലെ ടെക്സ്റ്റൈൽ സ്റ്റോക്ക് നന്നായിട്ട് പെർഫോം ചെയ്തു നമ്മൾ പറഞ്ഞിരുന്നു. ആ ടെക്സ്റ്റൈൽ സ്റ്റോക്സിൽ ഇന്നും മൊമെൻറ്റം ഉണ്ടോ എന്ന് നമുക്ക് നോക്കണം. പിന്നെ ഫാർമ സ്റ്റോക്സ് തീർച്ചയായിട്ടും 200% ടാരിഫ് വയ്ക്കാനുള്ള സാധ്യതയുണ്ടെന്ന് US പ്രസിഡന്റ് ട്രംപ് പറഞ്ഞ സ്ഥിതിക്ക് എങ്ങനെയാണ് ഫാർമ സ്റ്റോക്സ് പെർഫോം ചെയ്യണമെന്ന് നോക്കണം. പിന്നെ ഒബ്വിയസ്ലി നമ്മൾ കോപ്പർ സ്റ്റോക്സിന് കാര്യം പറഞ്ഞല്ലോ, 50% വെച്ചത് കാരണം ഹിന്ദുസ്ഥാൻ കോപ്പറും ഹിൻഡാൽക്കോയും എങ്ങനെ പെർഫോം ചെയ്ത് നോക്കണം. പിന്നെ ഞാൻ ഒറ്റ നോക്കുന്ന ഒരു കാര്യം ഈ പെയിൻറ്റ് കമ്പനീസാണ് കേട്ടോ. എസ്പെഷ്യലി ഏഷ്യൻ പെയിൻറ്റ്സും ഈ പറഞ്ഞ പോലെ ബർജർ പെയിൻറ്റ്സും 2-3 കൊല്ലമായിട്ട് ആ ഇൻഡസ്ട്രിക്ക് എന്തൊക്കെ നെഗറ്റീവ് ഉണ്ടോ അതെല്ലാം അതിനകത്ത് പ്ലേ ഔട്ട് ചെയ്തു എന്നുള്ളതാണ്. അത് മാത്രമല്ല ഒരു കൺസോൾട്ടേഷനും പറഞ്ഞു. ഇപ്പോൾ JSW സ്റ്റീലൊക്കെ അക്സോ നോബലൊക്കെ മേടിച്ച് അങ്ങനത്തെ ഒരു ന്യൂസും കൂടി വരുന്നുണ്ടെന്നല്ലേ. അപ്പോൾ ഈ എല്ലാ കാര്യങ്ങളും മുന്നോട്ട് വന്നു. ബിർള ഓപ്പസ് കേസ് കൊടുത്തു. എല്ലാ നെഗറ്റീവ്സും പ്രൈസ്ഡ് ഇന്നായി എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ആ സ്റ്റോക്സ് ഇനിയൊന്ന് തിരിയോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. ഇത് റെക്കമെൻഡേഷനോ അഡ്വൈസ് ഒന്നുമല്ല, ഞാൻ ജസ്റ്റ് നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നത് ക്വയറ്റ്ലി തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഏഷ്യൻ പെയിൻറ്റ്സ് 2480 ആയി. അതായത് ആരും അറിയാതെ സൈലൻ്റ് ആയിട്ട് അതിലൊരു ടേണിംഗ് നടക്കുന്നുണ്ടോ എന്നുള്ളൊരു സംശയമുണ്ട്. പിന്നെ നമുക്ക് ഇപ്പോൾ കിട്ടുന്ന ഇൻഫർമേഷൻ അത് ശരിക്കും പറഞ്ഞാൽ മണി കൺട്രോൾ, ഞാൻ ഇപ്പോൾ നോക്കിയപ്പോൾ മണി കൺട്രോളിൽ വരുന്ന ഒരു എക്സ്ക്ലൂസീവാണ്. അതായത് നമ്മളൊരു സൺ TV ഡിസ്പ്യൂട്ട് പറഞ്ഞല്ലോ ഫാമിലി തമ്മിൽ. അപ്പോൾ ആ കാര്യത്തിലേക്ക് അവരുടെ അവരുടെ കസിനും കൂടെ ആണല്ലോ തമിഴ്നാട് ചീഫ് മിനിസ്റ്റർ MK സ്റ്റാലിൻ എന്ന് പറഞ്ഞാൽ. സ്റ്റാലിൻ ഇടപെട്ടിട്ട് 2 ബ്രദേഴ്സ് കലാനിധി മാരനും ദയാനിധി മാരനും അതുകൂടാതെ അമ്പുകരസി എന്ന് പറയുന്ന സിസ്റ്ററും കൂടെ ഉണ്ട്. ഇവർ 3 പേരും തമ്മിലുള്ള ഡിസ്പ്യൂട്ടിന് ഒരു സൊല്യൂഷൻ ആയിരിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. എന്താണ് അതിൻ്റെ കണ്ടീഷൻസ് ഒന്നും നമുക്ക് പുറത്ത് കിട്ടിയില്ല. ഞാൻ കുറച്ച് മുമ്പേ കണ്ട ഒരു ന്യൂസ് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സൺ TV നോക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ മാർക്കറ്റിൽ നമ്മൾ തുടക്കത്തിൽ നോക്കേണ്ട കാര്യങ്ങൾ.
ജൂലൈ 10, അതായത് ഇന്ന് 9 നാളെ മുതൽ റിസൾട്ട് സീസൺ ആരംഭിക്കാൻ. നാളെ TCS വരുന്നുണ്ട്, ടാറ്റ എലക്സി വരുന്നുണ്ട്. ഒരു ഫസ്റ്റ് ക്വാർട്ടർ റിസൾട്ടാണ്. എന്തായിരിക്കും ഒരു കോർപ്പറേറ്റിൻ്റെ ഒരു റിസൾട്ട്? എങ്ങനെയാണ് താങ്കളുടെ ഒരു എക്സ്പെക്ടേഷൻസ്? നമ്മൾ 2-3 ദിവസമായിട്ട് തന്നെ ഇന്ത്യൻ മാർക്കറ്റിൽ എന്തൊക്കെയാണ് ഹെഡ് വിൻഡ് എന്നുള്ളത് പറഞ്ഞപ്പോൾ ടാരിഫ് പറഞ്ഞു, പ്രൊമോട്ടേഴ്സിൻ്റെ ഓഫ് ലോഡിങ് പറഞ്ഞു, പിന്നെ നമ്മൾ പറഞ്ഞ വേറൊരു കാര്യം, നമുക്ക് ശരിക്കും പറഞ്ഞാൽ Q1 FY26 ബ്രോക്കറേജസിൻ്റെ അല്ലെങ്കിൽ ഇൻഡസ്ട്രി അനലിസ്റ്റ് എസ്റ്റിമേറ്റ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഒരു ടെപ്പിഡാണ്. അതായത് നമ്മൾ വലിയ എക്സ്പെക്ടേഷൻസ് ഒന്നുമില്ല. അതായത് Q4 നമ്മുടെ ബോറായിരുന്നു എന്നുള്ളത് നമുക്ക് നന്നായിട്ട് അറിയില്ല, വേണ്ട രീതി വന്നില്ല. അതേപോലെ തന്നെയാണ് Q1 എക്സ്പെക്ട് ചെയ്യുന്നത്. Q4 FY25യെക്കാളും ബെറ്റർ ആയിരിക്കാം FY26 Q1, ബട്ട് ഈവൻ ദെൻ സിംഗിൾ ഡിജിറ്റിൽ തന്നെ ആയിരിക്കും പ്രോഫിറ്റ് ഗ്രോത്ത് എന്നുള്ളതാണ് പല ബ്രോക്കറേജസിൻ്റെയും അനലിസ്റ്റ് എസ്റ്റിമേറ്റിനെ സംബന്ധിച്ച് നമ്മൾ അവരുടെയൊക്കെ ഒരു റിപ്പോർട്ട് വായിക്കുമ്പോൾ നമുക്ക് വരാൻ പോകുന്നത് ഏതാണ്ട് പ്രോഫിറ്റ് ഗ്രോത്ത് ജസ്റ്റ് ടോട്ടൽ നിഫ്റ്റി കമ്പനീസിൻ്റെ ഒരു അഗ്രിഗേറ്റ് ആയിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ 4.6% സിംഗിൾ ഡിജിറ്റ് ഗ്രോത്ത് ആയിരിക്കും പ്രോഫിറ്റിൽ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഏതായാലും ബാങ്കുകളെ സംബന്ധിച്ച് ഈ പറഞ്ഞ പോലെ നല്ല റിസൾട്ട് വരും എന്ന് തോന്നുന്ന കാര്യം നമുക്ക് പറഞ്ഞു. ഇപ്പോൾ RBI ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ച സ്ഥിതിക്ക് ബാങ്കുകളുടെ ലോണിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഭയങ്കരമായിട്ട് കുറച്ചു. അപ്പോൾ EMI കിട്ടുന്നത് കുറയും. എന്നാൽ ഡെപ്പോസിറ്റ്സിന്റെ കാര്യത്തിൽ കുറച്ചിട്ടുണ്ടെങ്കിൽ പോലും അത് ട്രാൻസ്മിറ്റ് ചെയ്യാൻ 1-2 ക്വാർട്ടർ വേണ്ടി വരും. അപ്പോൾ നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ ഒന്ന് കംപ്രസ്ഡ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ബാങ്കിങ്ങിന് പൊതുവേ നല്ലതായിരിക്കില്ല. കാര്യം ബാങ്ക് ആണല്ലോ നിഫ്റ്റിയിൽ ഏതാണ്ട് 30% ഉള്ളത്. എന്നാൽ ഇന്നലെ കോട്ടക്ക് വന്ന ഒരു ഗൈഡൻസ് നല്ലതായിരുന്നു എന്നാലും. അപ്പോൾ അവിടെ ഒന്ന് എനിക്ക് ഒരു അനോമാലിറ്റി ഉണ്ട്, അതെന്താണെന്നുള്ളത് നമുക്ക് നോക്കണം. പിന്നെ പൊതുവേ നമുക്ക് ഒന്ന് കമ്മോഡിറ്റി പ്രൊഡ്യൂസേഴ്സിന് പൊതുവേ നല്ല റിസൾട്ട് ആയിരിക്കും തോന്നുന്നു. അതായത് ഇപ്പോൾ റിലയൻസ് ഇൻഡസ്ട്രി, JSW സ്റ്റീൽ, ഹിൻഡാൽക്കോന്റെ ഒക്കെ ഭേദപ്പെട്ട റിസൾട്ട് ആയിരിക്കും എന്നാണ് മനസ്സിലാക്കുന്ന. ഒരു മാർജിൻ എക്സ്പാൻഷൻ വരാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ള മനസ്സിലാക്കുന്നു. സിമെന്റ് കമ്പനീസ് നമ്മൾ പറഞ്ഞല്ലോ, സിമെന്റ് കമ്പനീസിന് കഴിഞ്ഞ കൊല്ലം ലോവർ ബേസിലാണ് സെയിൽസ് നടന്നത്. ഇക്കൊല്ലത്തെ സെയിൽസ് ലോവർ ബേസിലായതുകൊണ്ട് ഇക്കൊല്ലത്തെ സെയിൽസ് കഴിഞ്ഞ കൊല്ലത്തെ അപേക്ഷിച്ച് ലോവർ ബേസിൽ നന്നായിരിക്കാൻ ചാൻസ് ഉണ്ട്. അത് മാത്രമല്ല അടുത്ത കാലത്ത് അവരൊരു പ്രൈസ് ഇൻക്രീസും കൂടെ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ വോളിയം ഇൻക്രീസ് വരുമോ ഇല്ലയോ നോക്കണം. അപ്പോൾ അൾട്രാടെക് സിമെന്റ് ഒക്കെ ചിലപ്പോൾ ഭേദമായിരിക്കാം എന്ന് വിശ്വസിക്കുന്നു. ടെലികോം കമ്പനിയായ എയർടെലിന്റെയും ബെറ്റർ റിസൾട്ട് ആയിരിക്കും എന്ന്. ഇതൊക്കെയാണ് ഒരു നിഫ്റ്റി കമ്പനിയിൽ നമ്മൾ ഗൈഡ് ലൈൻസ് നമ്മൾ ബേസിക്കലി നമ്മൾ നോക്കുമ്പോൾ ജനറലി നമുക്ക് പറയാനുള്ളത്. അല്ലാണ്ട് വലിയ എക്സ്പെക്ടേഷൻ ഇല്ല. ഇനി മിഡ് ക്യാപ്പും സ്മോൾ ക്യാപ്പിലും എന്തെങ്കിലും സർപ്രൈസസ് ഉണ്ടോ എന്നുള്ളതാണ് നമുക്ക് വാച്ച് ചെയ്യേണ്ടത്. അതിനോടൊപ്പം തന്നെ ഇപ്പോൾ നമ്മുടെ ഒരു പ്രേക്ഷകൻ്റെ മാത്രമല്ല ഒരു സ്റ്റോക്ക് മാർക്കറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാ നിക്ഷേപകരുടെയും ഒക്കെ ഒരു ക്വസ്റ്റ്യൻ ആണ്, എത്ര രൂപയിൽ നമ്മളൊരു സ്റ്റോക്ക് മാർക്കറ്റ് നിക്ഷേപം ആരംഭിക്കണം? ഒരു വെൽത്ത് ക്രിയേഷൻ എന്നൊരു പ്രോസസ്സിലേക്ക് കടക്കണം എന്നുണ്ടെങ്കിൽ എത്ര ആയിരിക്കും ഒരു മിനിമം എമൗണ്ട് വേണ്ടുന്നത്? അല്ലെങ്കിൽ എങ്ങനെയായിരിക്കണം ഒരു വെൽത്ത് ക്രിയേറ്റ് ചെയ്യുന്നത്? ആ ഒരു ലോങ് ടേം പ്രോസസ്സിൻ്റെ ഒരു ബിഗിനിങ് എന്തായിരിക്കണം? ഞാൻ ആക്ച്വലി അനിൽ ആ ക്വസ്റ്റ്യൻ കണ്ടായിരുന്നു. നവീൻ എന്ന് പറയുന്നത് നമ്മുടെ ഒരു പ്രേക്ഷകനാണ്. അത് ചോദിച്ചേക്കണമെന്നല്ല, എത്ര രൂപ കൊണ്ടുവന്നാലാണ് നമുക്ക് വെൽത്ത് ക്രിയേറ്റ് ചെയ്യണം. ആ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് ഐ റെസ്പെക്ട് ദാറ്റ് ക്വസ്റ്റ്യൻ, ബട്ട് അതിന് റെലവൻസ് ഇല്ല. കാര്യം വെച്ചാൽ നമ്മൾ എത്ര കൊണ്ടുവരുന്നു എന്നുള്ളത് നമ്മുടെ ഇഷ്ടമാണ്. അത് മാത്രമല്ല, 2 കാര്യങ്ങളാണ് നമ്മുടെ വെൽത്ത് ക്രിയേഷനെ എഫക്ട് ചെയ്യുന്നത്. ഒന്ന്, നമ്മൾ എത്ര രൂപ കൊണ്ടുവരുന്നു, നമ്മൾ എത്ര കൊല്ലം മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാണ്, എത്ര കൊല്ലം വെയിറ്റ് ചെയ്യാൻ തയ്യാറാണ്. ഈ 2 ഫാക്ടേഴ്സാണ് അതിൽ വേരിയബിൾ ആയിട്ട് ഒരു ഇൻവെസ്റ്റർ എടുക്കേണ്ട ഡിസിഷൻ. അതിൽ ഇത്രയേ ഉള്ളൂ, സിമ്പിൾ. നമ്മൾ കൊണ്ടുവരുന്ന പൈസ കൂടുതലാണെങ്കിൽ കുറച്ച് ചെറിയ കാലയളവിൽ നമുക്ക് കൂടുതൽ പൈസ ഉണ്ടാക്കാം. നേരെ തിരിച്ച് നമ്മൾ കൊണ്ടുവരുന്ന പൈസ വളരെ കുറവാണെങ്കിൽ കൂടുതൽ സമയം മാർക്കറ്റിൽ സ്പെൻഡ് ചെയ്യണം. ഇതിനാണ് അതിന്റെ ബേസിക് റൂൾ വരുന്നത്. പക്ഷേ ഇത് നിങ്ങൾ എത്ര രൂപ കൊണ്ടുവരണം, എത്ര നാൾ വെയിറ്റ് ചെയ്യണം എന്ന് അറിയാനായിട്ട് 2 കണക്കുകൾ മനസ്സിൽ വെക്കുന്നത് നല്ലതാണ്. ഒന്നാമത്തെ കണക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ സിമ്പിളായിട്ട് പറയാം. നമ്മളൊരു സ്റ്റോക്ക് മേടിച്ചു, അല്ലെങ്കിൽ നമ്മളൊരു ഇൻഡെക്സ് മേടിച്ചു, എന്തെങ്കിലും മേടിച്ചു, നമ്മൾ എന്തൊരു അസറ്റ് മേടിച്ചാലും റിയൽ എസ്റ്റേറ്റ് ആണെങ്കിലും ശരി, നമ്മളത് 3 കൊല്ലത്തേക്ക് ഹോൾഡ് ചെയ്യണമെന്ന് വിചാരിക്കും. ഒരു എക്സാമ്പിളാണ്, ആദ്യത്തെ കൊല്ലം നമുക്ക് അതിനകത്ത് 24% റിട്ടേൺ കിട്ടും. രണ്ടാമത്തെ കൊല്ലം ഈ 24%ന്റെ മുകളിൽ അടുത്ത 24% കിട്ടും. മൂന്നാമത്തെ കൊല്ലം ഈ 24, അതായത് രണ്ടാമത്തെ കൊല്ലം കിട്ടിയ 24ന് മുകളിൽ 24% കിട്ടുന്നു. അതിനെ നമ്മൾ ടെക്നിക്കലി പറയുന്നത് എന്താ? കോമ്പൗണ്ടഡ് ആനുവൽ ഗ്രോത്ത്. അതായത് എന്താ പറയുക, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് നമ്മൾ മാത്തമാറ്റിക്സിൽ പഠിച്ചില്ലേ. സിമ്പിൾ ഇൻട്രസ്റ്റ് അല്ല, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. ആ രീതിയിൽ 24% ഇയർ ഓൺ ഇയർ ഗ്രോത്ത് നടക്കുകയാണെങ്കിൽ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന സ്റ്റോക്ക് ശരിക്കും പറഞ്ഞാൽ 3 കൊല്ലം കൊണ്ട് ഡബിൾ ആവുന്നുണ്ട്. അപ്പം നിങ്ങൾ 1 ലക്ഷം രൂപയാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ അത് 24% വെച്ച് ഓരോ കൊല്ലം 3 കൊല്ലത്തേക്ക് ഗ്രോ ചെയ്യുകയാണെങ്കിൽ, കോമ്പൗണ്ടഡ് ആയിട്ട് ഗ്രോ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ 1 ലക്ഷം രൂപ 3 കൊല്ലം അവസാനിക്കുമ്പോൾ ഈ പറയുന്ന പോലെ നിങ്ങളുടെ കയ്യിൽ 2 ലക്ഷം ഇരിക്കും. ഇതാണ് ബേസിക് കണക്ക്. ഈ കണക്ക് നിങ്ങൾ അടിസ്ഥാനമായിട്ട് വെച്ച് വേണം നിങ്ങൾ തീരുമാനിക്കാൻ. അതുകൂടാതെ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ 1 ലക്ഷം രൂപ എപ്പോഴാണ് 1 കോടി ആവണമെന്ന് നമുക്ക് നോക്കാം. ഈ 1 ലക്ഷം രൂപ നമ്മുടെ ഡബിൾ ചെയ്യണമെങ്കിൽ, അതായത് ഓരോ സ്റ്റെപ്പായിട്ട് കണക്ക്, ഓരോ ഡബിളിങ് ഒരു സ്റ്റെപ്പായിട്ട് കണക്കാക്കുക. നമ്മൾ പടി കയറുന്ന ഓരോ സ്റ്റെപ്പാണ് സ്റ്റോക്ക് ഡബിൾ ചെയ്യണമെന്ന് നമ്മൾ വിചാരിക്കാം. ഈ 1 ലക്ഷം രൂപ നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് ചാടുമ്പോൾ എത്രയായി? 2 ലക്ഷം രൂപയായി. ആ 2 ലക്ഷം രൂപയുടെ രണ്ടാമത്തെ 2 ലക്ഷം രൂപയിൽ നിന്ന് നമ്മൾ രണ്ടാമത്തെ സ്റ്റെപ്പ് ചാടുമ്പോൾ എത്രയായി? 4 ലക്ഷം രൂപയായി.
4 ലക്ഷം രൂപയിൽ നിന്ന് നമ്മൾ മൂന്നാമത്തെ സ്റ്റെപ്പ് ചാടുമ്പോൾ എത്രയായി? 8ആയി. 8ൽ നിന്ന് നമ്മൾ നാലാമത്തെ സ്റ്റെപ്പ് ചാടുമ്പോൾ എത്രയായി? 16ആയി. അഞ്ചാമത്തെ സ്റ്റെപ്പ് 16ൽ നിന്ന് നമ്മൾ ചാടാൻ നേരത്തെ എത്രയായി? 32. 32ൽ നിന്ന് നമ്മൾ 7ാമത്തെ സ്റ്റെപ്പ് ചാടാൻ നേരത്തെ എത്രയായി? 64ആയി. 64ൽ നിന്ന് നമ്മൾ 8ാമത്തെ സ്റ്റെപ്പ് ചാടാൻ നേരത്തെ എത്രയായി? അതായത് 1,28 ലക്ഷം രൂപയായി. അതായത് 8 സ്റ്റെപ്പ്, അതായത് 8 ഡബിളിംഗ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ 1 ലക്ഷം രൂപ 1 കോടി രൂപയായി എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത്. അതായത് 1 ലക്ഷം രൂപ 1 കോടി രൂപയാവണമെങ്കിൽ നിങ്ങൾക്ക് 8 സ്റ്റെപ്പ് ചാടണമെങ്കിൽ നമുക്ക് നേരെ തിരിച്ചു നോക്കാം. 10 lakhs ആണ് നിങ്ങൾ കൊണ്ടുവരണമെങ്കിൽ, അതായത് 1 ലക്ഷം മാർക്കറ്റിൽ കൊണ്ടുവരുന്നതിന് പകരം 10 lakhs കൊണ്ടുവരണമെങ്കിൽ നിങ്ങളുടെ ആദ്യത്തെ 1 ലക്ഷം, ആദ്യത്തെ 10 ലക്ഷം, ആദ്യത്തെ സ്റ്റെപ്പ് ചാടുമ്പോൾ എത്രയായി? 20 lakhs. രണ്ടാമത്തെ സ്റ്റെപ്പ് ചാടുമ്പോൾ 20 to 40. 40 മൂന്നാമത്തെ സ്റ്റെപ്പ് ചാടുമ്പോൾ 80 ആയി. 80 നാലാമത്തെ സ്റ്റെപ്പ് ചാടുമ്പോഴത്തേക്കും 1,68 lakhs ആയി. അതായത് 4 സ്റ്റെപ്പ് കൊണ്ട് നിങ്ങൾ 1 കോടിക്ക് മുകളിൽ, അതായത് 1,68 ലക്ഷം രൂപ അല്ലെ, 1 കോടി 60 ലക്ഷം രൂപയിലേക്ക് എത്തി എന്നുള്ള. അപ്പോൾ നിങ്ങളുടെ പൈസ ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് 1 ലക്ഷം രൂപ കൊണ്ടുവന്നപ്പോൾ നിങ്ങൾക്ക് 8 പ്രാവശ്യം ചാടേണ്ടി വന്നു. നിങ്ങൾ 10 ലക്ഷം രൂപ കൊണ്ടുവന്നപ്പോൾ നിങ്ങൾക്ക് 4 സ്റ്റെപ്പേ ചാടേണ്ടി വന്നുള്ളൂ എന്നുള്ള. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഈ കണക്കിൽ നിന്ന് വേണം നിങ്ങൾ മനസ്സിലാക്കാൻ നിങ്ങൾ എത്ര രൂപ കൊണ്ടുവന്നാൽ നിങ്ങൾ ഉദ്ദേശിച്ചിരിക്കുന്ന ടാർഗറ്റിലേക്ക് എത്താനായിട്ട് എത്ര കൊല്ലം എടുക്കും, എത്ര ഡബിളിംഗ് വേണം എന്നുള്ള ഒരു കണക്ക് നിങ്ങൾക്ക് കിട്ടുള്ളൂ. പക്ഷേ എത്ര നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റുന്നു, എത്ര കൊല്ലം നിങ്ങൾക്ക് മാർക്കറ്റിൽ സ്പെൻഡ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് ഹൊറൈസൺ എന്ന് തീരുമാനിക്കുന്നത് ഒരു ഇൻവെസ്റ്ററിന്റെ ഡിസ്ക്രിപ്ഷനാണ്. ഈ 2 കണക്കുകളിൽ നിന്ന് നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ എത്ര രൂപ കൊണ്ടുവരണം, എത്ര നാൾ വെയിറ്റ് ചെയ്യണം എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരേ ഒരു റൂള് മാത്രമേ ഉള്ളൂ, ലെസർ മണി മോർ സ്റ്റെപ്സ്, മോർ മണി ഫ്യൂവർ സ്റ്റെപ്സ്. അതാണ് ഇതിന്റെ മാനദണ്ഡം എന്നുള്ളത്. ഇത് കണക്കുകൾ മാത്രമാണ്. കാര്യം വെച്ചാൽ നമ്മൾ എപ്പോഴും പറയുന്നത് സ്റ്റോക്സ് ഗ്രോ ചെയ്യുന്നതിന്റെ അടിസ്ഥാനം എന്താണെന്നറിയോ? സ്റ്റോക്ക് മാർക്കറ്റിൽ കോമ്പൗണ്ടഡ് ആനുവൽ ഗ്രോത്ത് എന്ന് പറയുന്നത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ്. ശരിക്കും പറഞ്ഞാൽ വേൾഡിൽ ഈ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ കണക്കുകളും കഥകളും ഉണ്ട്. കാണാൻ ഭയങ്കര രസമാണ്. അതായത് നമ്മൾ ഈ കോമ്പൗണ്ടിങ് ആയിട്ട് ഒരു സാധനം ഗ്രോ ചെയ്യണമെങ്കിൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു ചെസ് ബോർഡിൽ ഒരു അരി വെക്കുന്ന കഥ വരെ ഉണ്ടെന്നുള്ള. ഇതൊക്കെ പറയാനാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഒരു എപ്പിസോഡൊന്നും പോരാന്നുള്ള. അത് ലാസ്റ്റ് ശരിക്കും പറഞ്ഞാൽ അത് ഗ്രോ ചെയ്ത് എത്രയാവുന്നില്ല. നമ്മൾ സാധാരണ പറയില്ലേ, നമ്മൾ ഒരു കാര്യം നമ്മൾ 2 പേരെടുത്ത് പറയുന്നു, ആ 2 പേര് ഓരോ 2 പേരെടുത്തും പറയുന്നു. ഈ ജോമെട്രിക് പ്രോഗ്രഷനിൽ ഇത് പോവുകയാണെങ്കിൽ എത്ര പേര് ലാസ്റ്റ് ഈ ന്യൂസ് അറിയും എന്നുള്ളതാണ് കാര്യം. അതാണ് അതിനെ നമ്മൾ പറയുന്നത് കോമ്പൗണ്ടിങ് എന്നാണ്. ആ കോമ്പൗണ്ടിങ് എന്ന് നമ്മൾ ഇൻവെസ്റ്റിംഗ് പാർലൻസിൽ, ഇൻവെസ്റ്റിംഗ് വാക്കുകളിൽ നമ്മൾ പറയുന്നത് ഇറ്റ് ഈസ് ദ 8th വണ്ടർ ഓഫ് ദ വേൾഡ്. 7 വണ്ടേഴ്സ് നമ്മൾ താജ്മഹൽ, ഈജിപ്തിലെ പിരമിഡൊക്കെ പറയില്ലേ, അതേപോലെ നമ്മൾ വിശ്വസിക്കാൻ പറ്റാത്ത, നമ്മൾ ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് ഈ ഒരു സാധനം. അതൊരു വണ്ടർ ആയിട്ടാണ് കണക്കാക്കുന്നത്. 8th വണ്ടർ ഓഫ് ദ വേൾഡ് എന്ന് നമ്മൾ ലൈറ്റ്ലി ഇതിനെ പറയാറുണ്ടെന്നുള്ള പറഞ്ഞു വെക്കുന്നു. അല്ല സാർ, അതായത് നമുക്കിപ്പോൾ മാർക്കറ്റിൻ്റെ ഒരു 45 മിനിറ്റ്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിരിക്കാം. അതിൻ്റെ ഒരു അപ്ഡേറ്റ്സ് കൂടി വളരെ പെട്ടെന്ന് പോയി നോക്കാം. എസ് മാർക്കറ്റിൻ്റെ അപ്ഡേറ്റുമായിട്ട് നമ്മളോടൊപ്പം ചേരുന്നത് റിസർച്ച് ഡെസ്കിൽ നിന്നും നിഖിലാണ്. നിഖിൽ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അല്ലോ നിഖിൽ, നിലവിൽ മാർക്കറ്റിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും 25,500 എന്നൊരു ലെവലിലേക്ക് സസ്റ്റെയിൻ ചെയ്യാനായിട്ട് ഇൻഡെക്സിന് സാധിക്കുന്നുണ്ട്. ഓൾമോസ്റ്റ് ഒരു 25,516 എന്നൊരു നിലയിലേക്കാണ് എത്തിയിരിക്കുന്നത്. എന്തൊക്കെയാണ് പെട്ടെന്നുള്ള ഒരു മാർക്കറ്റിൻ്റെ ക്വിക്ക് അപ്ഡേറ്റ്സ്? അതിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ 25,500 എന്ന് പറയുന്ന ഒരു ലെവൽ മാർക്കറ്റ് റിക്ലെയിം ചെയ്തിരിക്കുന്നു. നിലവിൽ 25,511 എന്ന് പറഞ്ഞൊരു നിരക്കിലാണ് നിലവിൽ നിഫ്റ്റി 50യെ സംബന്ധിച്ചിടത്തോളം ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. അഡ്വാൻസ് ആൻഡ് ഡിക്ലൈൻ റേഷ്യോയിലേക്ക് കടക്കുകയാണെങ്കിൽ നിലവിൽ 26 ഓഹരികൾ നേട്ടം രേഖപ്പെടുന്നു. 24 ഓഹരികളെ സംബന്ധിച്ചിടത്തോളം ഒരു ഇടിവാണ് നിഫ്റ്റി 50യിൽ നിന്ന് കാണാൻ സാധിക്കുന്നത്. നിഫ്റ്റി ബാങ്ക് പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 0.5%-ഓളമുള്ളൊരു ഇടിവ് നിഫ്റ്റി ബാങ്ക് സൂചികയ്ക്ക് ഉണ്ടാകുന്നു. 57,118 എന്ന് പറഞ്ഞൊരു നിരക്കിൽ നിഫ്റ്റി ബാങ്കിൽ ഇപ്പോൾ ട്രേഡിംഗ് പുരോഗമിക്കുമ്പോൾ അഡ്വാൻസ് ആൻഡ് ഡിക്ലൈൻ റേഷ്യോയിൽ 6 ഓഹരികൾക്ക് നേട്ടവും 6 ഓഹരികൾക്ക് ഇടിവുമാണ് നിലവിൽ നിഫ്റ്റി ബാങ്കിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. നിഫ്റ്റി 50യിൽ തന്നെ കമ്പനികളുടെ ഒരു പെർഫോമൻസ് നിലവിൽ പരിശോധിക്കുകയാണെങ്കിൽ ഏഷ്യൻ പെയിൻസിൻ്റെ ഭാഗത്ത് നിന്ന് വളരെ ശക്തമായിരിക്കുന്ന ഒരു പെർഫോമൻസ് തന്നെ ഉണ്ടാകുന്നു. ഇന്നത്തെ പ്രീ മാർക്കറ്റ് മുതൽ പരിശോധിക്കുകയാണെങ്കിൽ തന്നെ വളരെ ശക്തമായൊരു പെർഫോമൻസ് കാഴ്ചവെച്ചിരുന്ന ഏഷ്യൻ പെയിൻസ് ഓഹരികൾ നിലവിൽ 1.5%-ലധികമുള്ളൊരു നേട്ടം രേഖപ്പെടുന്നു. ഹിന്ദുസ്ഥാൻ യൂണിലിവർ പരിശോധിക്കുമ്പോഴും 1%-ന് മുകളിലുള്ള നേട്ടം ഹിന്ദുസ്ഥാൻ യൂണിലിവറിൻ്റെ ഭാഗത്ത് നിന്ന്. ജിയോ ഫിനാൻഷ്യൽ ലിമിറ്റഡിൻ്റെ ഓഹരികൾ ഏകദേശം 0.25%-ഓളമുള്ളൊരു നേട്ടം ജിയോ ഫിനും രേഖപ്പെടുത്തുന്നു. മാരുതി സുസുക്കിയുടെ ഓഹരികൾ പരിശോധിക്കുകയാണെങ്കിലും 0.5%-ന് മുകളിലുള്ളൊരു നേട്ടം. ഫാർമ കമ്പനിയായിട്ടുള്ള സിപ്ലയെ സംബന്ധിച്ചിടത്തോളം ഏകദേശം 0.5%-ന് മുകളിലുള്ളൊരു നേട്ടം സിപ്ലയും നിലവിൽ ഇപ്പോൾ രേഖപ്പെടുത്തുന്ന ഒരു കാഴ്ചയാണ് നിലവിൽ നിഫ്റ്റി 50 കമ്പനികളിൽ കാണാൻ സാധിക്കുന്നത്.
ഇടിവ് നേരിടുന്ന നിഫ്റ്റി 50 ഓഹരികളിലേക്ക് കടക്കുകയാണെങ്കിൽ HCL ടെക്കിൻ്റെ ഓഹരികളും ടാറ്റ സ്റ്റീൽ ഓഹരികൾ ഏകദേശം 1% മുകളിലുള്ള ഇടിവ് രേഖപ്പെടുത്തുമ്പോൾ ICICI ബാങ്ക് ഓഹരികൾക്ക് ഏകദേശം 1% ചേർന്ന് നിൽക്കുന്ന ഒരു ഇടിവ് ICICI ബാങ്കിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നു. വിപ്രോയിലേക്ക് കടക്കുകയാണെങ്കിൽ നിലവിൽ 1% ചേർന്ന് നിൽക്കുന്ന ഒരു ഇടിവ് വിപ്രോ JSW സ്റ്റീലും രേഖപ്പെടുത്തുന്ന ഒരു കാഴ്ചയാണ് നിലവിൽ നിഫ്റ്റി 50യിൽ നിന്ന് കാണാൻ സാധിക്കുന്നത്. നിഫ്റ്റി ബാങ്കിലേക്ക് കടക്കുകയാണെങ്കിൽ ഏകദേശം 0.25% ചേർന്ന് നിൽക്കുന്ന ഒരു ഇടിവോടുകൂടി 57,120 എന്ന് പറഞ്ഞൊരു നിരക്കിലാണ് നിഫ്റ്റി ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഒരു ട്രേഡിംഗ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ തന്നെ കമ്പനികളുടെ ഒരു പെർഫോമൻസ് പരിശോധിക്കുകയാണെങ്കിൽ ബാങ്ക് ഓഫ് ബറോഡയുടെയും മറ്റുമൊക്കെ ഓഹരികൾ ഏകദേശം 0.5% മുകളിലുള്ളൊരു നേട്ടം ബാങ്ക് ഓഫ് ബറോഡയുടെ ഭാഗത്ത് നിന്നുണ്ടാകുമ്പോൾ മറ്റ് പ്രധാനപ്പെട്ട ബാങ്കിങ് ഓഹരികൾ ഒരു ഇടിവിലേക്ക് പോകുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ICICI ബാങ്ക് മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിലും സ്റ്റേറ്റ് ബാങ്ക് ഓഹരികൾ 0.25% ഒരു ഇടിവ് രേഖപ്പെടുന്നു. കോട്ടക് മഹീന്ദ്ര ബാങ്ക് 0.25% ഒരു ഇടിവ് രേഖപ്പെടുത്തുമ്പോൾ പഞ്ചാബ് നാഷണൽ ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ഇതേ ഒരു തോതിലുള്ള ഒരു ഇടിവ് തന്നെ ഉണ്ടാകുന്നു. മാർജിനിലായിരിക്കുന്ന ഇടിവ് മറ്റ് ബാങ്കിങ് ഓഹരികൾ, അതായത് ഇൻഡസ്ഇൻഡ് ബാങ്ക് പരിശോധിക്കുകയാണെങ്കിലും മറ്റുമൊക്കെ ഒരു മാർജിനിലായിരിക്കുന്ന ഒരു ഇടിവ് ഇൻഡസ്ഇൻഡ് ബാങ്ക്, കാനറ ബാങ്ക് ഓഹരികൾ നിലവിൽ കാഴ്ചവെക്കുന്നതായാണ് കാണാൻ സാധിക്കുന്നത്. ഇന്നത്തെ ഒരു സെക്ടേഴ്സിൻ്റെ ഒരു പെർഫോമൻസ് പരിശോധിക്കുകയാണെങ്കിൽ വളരെ മിക്സഡായ ഒരു നിരക്കിലുള്ള ഒരു ട്രേഡിംഗ് തന്നെയാണ് സെക്ടേഴ്സുകളെ സംബന്ധിച്ചിടത്തോളം പുരോഗമിക്കുന്നത്. നിഫ്റ്റി ഓട്ടോയിലേക്ക് മറ്റുമൊക്കെ കടക്കുകയാണെങ്കിൽ ഏകദേശം 0.25% ഒരു നേട്ടം നിഫ്റ്റി ഓട്ടോ രേഖപ്പെടുന്നു. നിഫ്റ്റി FMCGയെ സംബന്ധിച്ചിടത്തോളം ഏകദേശം 0.5% ചേർന്ന് നിൽക്കുന്ന ഒരു നേട്ടത്തിലെത്താൻ നിഫ്റ്റി FMCGക്കും സാധിക്കുമ്പോൾ നിഫ്റ്റി റിയൽറ്റി, നിഫ്റ്റി മെറ്റൽ സൂചികൾ ഒരു ഇടിവിലാണുള്ളത്. നിഫ്റ്റി റിയൽറ്റി ഏകദേശം 1% മുകളിലുള്ളൊരു ഇടിവ് രേഖപ്പെടുത്തുമ്പോൾ നിഫ്റ്റി മെറ്റൽ സൂചികയിലും 0.25% മുകളിലുള്ളൊരു ഇടിവും നിലവിൽ പ്രകടമാവുകയാണ്. നിഫ്റ്റി FMCG നിലവിൽ പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം 205 ബേസിസ് പോയിന്റുകളുടെ നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ട് 55,708 എന്ന് പറഞ്ഞൊരു നിരക്കിൽ നിഫ്റ്റി FMCGയിൽ നിലവിൽ ട്രേഡിംഗ് പുരോഗമിക്കുന്നു. കമ്പനികളുടെ പെർഫോമൻസിൽ ഗോദ്രേജ് കൺസ്യൂമർ പ്രൊഡക്ട്സിൻ്റെ ഓഹരികൾ മികച്ച രീതിയിൽ ഏകദേശം 1.25% മുകളിലുള്ള നേട്ടം ഗോദ്രേജ് കാഴ്ചവെക്കുന്നു. വരുൺ ബെവറേജസ് ഓഹരികൾ പരിശോധിക്കുമ്പോൾ 2% മുകളിലും, ഹിന്ദുസ്ഥാൻ യൂണിലിവർ ഓഹരികൾ 0.25% മുകളിലും, ബ്രിട്ടാനിയെ സംബന്ധിച്ചിടത്തോളം 0.5% മുകളിലുള്ളൊരു നേട്ടം ഉണ്ടാകുമ്പോൾ നിഫ്റ്റി ഫാർമ ഇന്നേറെ നമ്മൾ ശ്രദ്ധിച്ചിരുന്ന നിഫ്റ്റി ഫാർമ സൂചികയും ഏകദേശം 0.5% മുകളിലുള്ള നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ട് 22,232 എന്ന് പറഞ്ഞൊരു നിരക്കിൽ നിഫ്റ്റി ഫാർമയുടെ ഭാഗത്ത് നിന്നും ഒരു ട്രേഡിംഗ് ഉണ്ടാകുന്നു. കമ്പനികളും ശക്തമായ പെർഫോമൻസ് തന്നെ നിലവിൽ ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നു എന്നൊരു വിവരമാണ് അനില നമുക്ക് ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട മാർക്കറ്റ് അപ്ഡേറ്റ്സ് ആയിട്ട് പങ്കുവയ്ക്കാനുള്ളത്. നിഖിലായിരുന്നു ഡീറ്റെയിൽസ് പങ്കുവച്ചത്. സർ, അതിനോടൊപ്പം തന്നെ നമുക്ക് മാർക്കറ്റിൻ്റെ ഇന്നത്തെ ഒരു ടെക്നിക്കൽ സ്ട്രക്ചർ കൂടി ഒന്ന് അറിയേണ്ടതുണ്ട്. ടെക്നിക്കൽ സ്ട്രക്ചർ ഡീറ്റെയിൽസുമായിട്ട് നമ്മളോടൊപ്പം ചേരുന്നത് ഇൻഹൗസ് എക്സ്പെർട്ട് പ്രദീപ് ചന്ദ്രശേഖരൻ സാറാണ്. സർ, ഗുഡ് മോർണിംഗ്. മോർണിംഗ് അല്ല, മോർണിംഗ് വ്യൂവേഴ്സ്. യെസ് സർ, ആദ്യം നമുക്ക് ഇന്നിപ്പോൾ നിഫ്റ്റിയിലേക്ക് തന്നെ നോക്കാം. നിഫ്റ്റിയെ സംബന്ധിച്ചിട്ട് ഇന്നിപ്പോൾ 25,500 എന്നൊരു ലെവൽ വീണ്ടും റീക്ലെയിം ചെയ്യാനായിട്ട് ഇപ്പോൾ ഇൻഡെക്സിന് സാധിച്ചിരിക്കുകയാണ്. ബട്ട് സ്റ്റിൽ ഒരു ഫ്ലാറ്റിഷ് ടോണിലാണ് ട്രേഡിംഗ് നടന്നു വരുന്നത്. നിഫ്റ്റിയിലുള്ള താങ്കളുടെ ഒരു എക്സ്പെക്ടേഷൻ എന്തൊക്കെയാണ്? അല്ല, നിഫ്റ്റി 50യുടെ കേസിൽ അണ്ടർടോൺ ബുള്ളിഷായി തന്നെ തുടരുന്നു. 25,570 പോയിന്റിന്റെ മുകളിൽ ക്ലോസ് ചെയ്യാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ആ ലെവല് ബ്രേക്ക് ചെയ്യാനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം. അത് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഇന്ന് തന്നെ നമുക്ക് ശക്തമായിട്ടൊരു അപ്വേർഡ് മൂവ്മെന്റ് കാണാൻ സാധിക്കും. സർ, ഇന്നിപ്പോൾ ഏറ്റവും അധികം ഒരു സെൽ ഓഫ് നേരിടുന്ന ഒരു സെക്ടർ എന്ന് പറയുന്നത് നിഫ്റ്റിയുടെ മെറ്റൽ സൂചികയാണ്. പ്രത്യേകിച്ചും ഇന്നലെ ട്രംപിൻ്റെ ഭാഗത്തു നിന്നൊരു പ്രഖ്യാപനമുണ്ടായിരുന്നു, 50% ഒരു താരിഫ് കോപ്പറിന് കൂടി ഇൻക്ലൂഡ് ചെയ്യും. അതിനെ സംബന്ധിച്ച് ഒരു ഡെഡ്ലൈൻ ഒന്നും പറഞ്ഞിട്ടില്ല, എങ്കിൽ പോലും അത്തരമൊരു പ്രഖ്യാപനം വന്നിട്ടുണ്ട്. ഏതായാലും ഇന്നിപ്പോൾ ഇന്ത്യൻ മെറ്റൽ ഓഹരികൾ വളരെ ശക്തമായിട്ടൊരു സെൽ ഓഫ് ആയിരുന്നു കാണുന്നത്. മെറ്റൽ സൂചികയിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? അല്ല, മെറ്റൽ ഇൻഡെക്സ് നമ്മൾ സ്റ്റഡി ചെയ്യുമ്പോഴേക്കും ഏപ്രിൽ മാസത്തിലെ 7,600 പോയിന്റിലായിരുന്നു മെറ്റൽ ഇൻഡെക്സിന്റെ മേജർ ബോട്ടം. അതിനുശേഷം നമുക്ക് തുടർച്ചയായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് മെറ്റൽ സ്റ്റോക്സിൽ, എസ്പെഷ്യലി ടാറ്റ സ്റ്റീൽ മുതലായ സ്റ്റോക്സിലൊക്കെ നമുക്ക് ഒത്തിരി ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിച്ചിരുന്നു. അണ്ടർടോൺ ലോങ് ടേം നോക്കുമ്പോഴേക്കും ബുള്ളിഷായി തന്നെ തുടരുന്നുണ്ട്. ബട്ട് ഷോർട്ട് ടേം നോക്കുമ്പോഴേക്കും നമുക്ക് അല്പം വീക്ക്നെസ് കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മൾ ട്രേഡിങ്ങിന് വേണ്ടി ഒരു പൊസിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ മെറ്റൽ സ്റ്റോക്സിൽ നമ്മൾ പൊസിഷൻസ് വൈൻഡപ്പ് ചെയ്യണം. നമ്മൾ ഇനി ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ സപ്പോർട്ട് 9,200 പോയിന്റ്, 9,200 സപ്പോർട്ട് നിലനിർത്താൻ സാധിച്ചാൽ മാത്രമേ നിലവിലുള്ള ബുള്ളിഷ് ട്രെൻഡ് തുടരാൻ സാധിക്കത്തുള്ളൂ. സർ, അതിനോടൊപ്പം തന്നെ ഏഷ്യൻ പെയിൻറ്റ്സിലേക്ക് കൂടി എത്തുകയാണ്. ഒരുപക്ഷെ ഏഷ്യൻ പെയിൻറ്റ്സിൽ നിന്ന് വളരെ ശക്തമായിട്ടുള്ളൊരു മൂവ്മെൻ്റ് ആണ് കാണുന്നത്. ഒരു 5 മിനിറ്റ് സ്കാനിലൊക്കെ പരിശോധിക്കുമ്പോഴേക്കും ഓൾമോസ്റ്റ് ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു. നിലവിൽ ഒരു 1.5% നേട്ടം നൽകിക്കൊണ്ടാണ് ഓഹരിയിൽ ഇപ്പോൾ ട്രേഡിംഗ് നടന്നു വരുന്നത്. ഏഷ്യൻ പെയിൻറ്റ്സിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? ഏഷ്യൻ പെയിന്റ്സ് നമ്മൾ കഴിഞ്ഞ ഒരു 1.5 വർഷത്തെ പാറ്റേൺ നോക്കുമ്പോഴേക്കും നമുക്ക് നിഫ്റ്റി 50 അപേക്ഷിച്ച് അണ്ടർ പെർഫോമൻസ് നൽകിയ ഒരു സ്റ്റോക്ക് ആയിരുന്നു ഏഷ്യൻ പെയിന്റ്സ്.
ബട്ട് മാർച്ച് മുതൽ ജൂൺ മാസത്തിനിടയിൽ ഈ സ്റ്റോക്കിൽ നല്ലൊരു കൺസോൾട്ടേഷൻ നടന്നിട്ടുണ്ട്. ആൻഡ് സ്റ്റോക്ക് നോക്കുമ്പോഴേക്കും നമുക്ക് 2150, 2280 ഈ ഒരു റേഞ്ചിൽ വളരെ സ്ട്രോങ് ഒരു സപ്പോർട്ട് ബേസ് ഫോം ചെയ്തിട്ടുണ്ട്. ആ ബേസിൽ നിന്നായിരുന്നു കഴിഞ്ഞ ആഴ്ച വീണ്ടും നമുക്കൊരു ബ്രേക്ക് ഔട്ട് നൽകിയത് ഈ സ്റ്റോക്ക്. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യുക. സ്റ്റോക്കിന്റെ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും വീണ്ടും ബുള്ളിഷായി മാറിയിട്ടുണ്ട്. സ്റ്റോക്കിന്റെ ആദ്യത്തെ ഒരു മേജർ ടാർഗറ്റ് 2550, അതിനുശേഷം 2600. സർ, അതിനൊപ്പം തന്നെ മറ്റൊരു പെയിൻറ്റ് കമ്പനിയായിട്ടുള്ള ബർജർ പെയിൻസിലും ഇന്നിപ്പോൾ ഓൾമോസ്റ്റ് ഒരു 0.5% നേട്ടം നൽകുന്നുണ്ട്. 584.65 എന്ന നിലയിലാണ് ബർജർ പെയിൻസിൽ ട്രേഡിംഗ് നടന്നു വരുന്നത്. ബർജർ പെയിൻസിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? ബർജർ പെയിൻസിന്റെ കേസിലും ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തുടരുന്നു. സ്റ്റോക്കിന്റെ കേസിൽ നമുക്ക് മേജർ സപ്പോർട്ട് കാണാൻ സാധിക്കുന്ന 560, 570 റേഞ്ചില്. ആ ഒരു റേഞ്ചിൽ നമുക്ക് പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നമുക്ക് കൺസിഡർ ചെയ്യാം. ഈ സ്റ്റോക്ക് ഫേസ് ചെയ്യാൻ പോകുന്ന ആദ്യത്തെ മേജർ റെസിസ്റ്റൻസ് 603 രൂപ. ഒപ്പം തന്നെ നേരത്തെ നമ്മൾ മെറ്റൽ സൂചികയിൽ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിനോടൊപ്പം തന്നെ ഹിൻഡാൽക്കോയിലുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിക്കുന്നത്. ഹിൻഡാൽക്കോയെ സംബന്ധിച്ചിട്ട് നിലവിലൊരു 1% മുകളിലുള്ളൊരു ശക്തമായിട്ടൊരു സെൽ ഓഫ് ആണ് ഹിൻഡാൽക്കോയിലും കാണുന്നത്. ഹിൻഡാൽക്കോ ഇൻഡസ്ട്രീസിലുള്ള താങ്കളുടെ ഒരു ലോങ് ആൻഡ് ഷോർട്ട് ടൈം എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? ഹിൻഡാൽക്കോയുടെ കേസിലും ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തുടരുന്നു. ബട്ട് ഹിൻഡാൽക്കോയുടെ കേസിൽ ഹിൻഡാൽക്കോ നമുക്ക് മാർച്ച് മാസത്തിൽ 715 രൂപയിലായിരുന്നു മേജർ ടോപ്പ് നൽകിയത്. അതേ ലെവലിലോട്ട് കഴിഞ്ഞ ആഴ്ച ഹിൻഡാൽക്കോ എത്തിയിരുന്നു. അതിനെ തുടർന്നായിരുന്നു ഈ പ്രോഫിറ്റ് ടേക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. കൈവശം ലോങ് പൊസിഷൻസ് നമുക്കുണ്ടെങ്കിൽ കറന്റ് ലെവൽസിൽ വൈൻഡപ്പ് ചെയ്യാൻ ശ്രമിക്കണം. ഈ സ്റ്റോക്ക് കറക്ഷൻ പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്ന സമയത്ത് 660 രൂപയുടെ സപ്പോർട്ട് നിലനിർത്താൻ സാധിക്കുന്നുണ്ടോ എന്ന് സ്ഥിരീകരിക്കണം. അത് നിലനിർത്താൻ സാധിച്ചാൽ മാത്രമേ നമുക്ക് പുതിയൊരു ലോ റിസ്ക് ബൈയിങ് അവസരം ഈ സ്റ്റോക്കിൽ ലഭിക്കത്തുള്ളൂ. താങ്കളെ ഫ്രീ ആക്കുന്നതിന് മുമ്പ് അവസാനമായിട്ട് ഹിന്ദുസ്ഥാൻ യൂണിലിവറിലുള്ള ഒരു വ്യൂ കൂടി ചോദിക്കുകയാണ്. കാരണം ഇന്നിപ്പോൾ ഏകദേശം ഒരു 1% മുന്നേറ്റം നടത്താനായിട്ട് ഹിന്ദുസ്ഥാൻ യൂണിലിവർ ഓഹരികൾക്ക് സാധിക്കുന്നുണ്ട്. ഹിന്ദുസ്ഥാൻ യൂണിലിവർ ഓഹരികളിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? അല്ല, ഹിന്ദുസ്ഥാൻ യൂണിലിവറിന്റെ കേസിലും കഴിഞ്ഞ ഒരു 1.5 വർഷത്തിനിടെ നിഫ്റ്റി 50 അപേക്ഷിച്ച് അണ്ടർ പെർഫോമൻസ് നൽകിയ ഒരു സ്റ്റോക്കായിരുന്നു ഹിന്ദുസ്ഥാൻ യൂണിലിവർ. കഴിഞ്ഞ ഒരാഴ്ചക്കിടയിൽ ഈ സ്റ്റോക്കിൽ വീണ്ടും നമുക്കൊരു ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിക്കുന്നത്. അതിനെ തുടർന്ന് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി മാറിയിട്ടുണ്ട്. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യുക. ഈ സ്റ്റോക്കിൽ പ്രോഫിറ്റ് ടേക്കിംഗ് നടത്തുന്ന സമയത്ത് നമുക്ക് 2240, 2380 ഈ റേഞ്ചിലെ പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് കൺസിഡർ ചെയ്യാം. മുന്നേറുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ആദ്യത്തെ മേജർ റെസിസ്റ്റൻസ് 2500, അതിനുശേഷം 2600. എന്നാൽ താങ്ക് യു സോ മച്ച് പ്രദീപ് സാർ, ഇത്രയും സമയം ഞങ്ങളോടൊപ്പം സ്പെൻഡ് ചെയ്തതിന്. ഏതായാലും സൂരജ് സാർ, ഇന്നത്തെ ഒരു സ്പോട്ട്ലൈറ്റ് പിക്ക് ഏതാണ്? അനില, ഇതിപ്പോൾ ആക്ച്വലി ഇന്ന് ഇപ്പോൾ നമുക്ക് 9-ാം തീയതിയാണ് അല്ലേ? അതായത് ഒരാഴ്ച എക്സാക്ട്ലി, അതായത് ഒരാഴ്ച മുമ്പ് ജൂലൈ 2, 2025 ന്യൂസ് പേപ്പറുകളിൽ ഒരു പുതിയൊരു ആർട്ടിക്കിൾ വന്നിട്ടുണ്ട്. ആ ആർട്ടിക്കിൾ എന്താണെന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യ ടു ബിൽഡ് ന്യൂ സ്ട്രാറ്റജിക് ഓയിൽ റിസർവ്സ് ടു സ്ട്രെങ്തൻ എനർജി സെക്യൂരിറ്റി. ഇത് പല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി പല പത്രങ്ങളും, അതായത് ഇന്ത്യ എനർജി സെക്യൂരിറ്റി ഇൻക്രീസ് ചെയ്യിക്കാൻ വേണ്ടി ന്യൂ സ്ട്രാറ്റജിക് ഓയിൽ റിസർവ്സ് ബിൽഡ് ചെയ്യുന്നു എന്നുള്ള ന്യൂസാണ് വരുന്നത്. നമ്മൾ പെട്ടെന്ന് കേൾക്കുമ്പോൾ ഇതിനകത്ത് വലിയ അതിശയമൊന്നുമില്ല. നമ്മൾ സാധാരണ ഈ സ്റ്റോക്ക് മാർക്കറ്റിനോട് ഇൻട്രസ്റ്റ് ഉള്ളവർ ഇത് ജസ്റ്റ് ഒരു ഹെഡ്ലൈൻ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ ഇതിനകത്തോട്ട് വായിക്കുക പോലും ഇല്ല എന്നുള്ള കാര്യം നമ്മളെ സംബന്ധിച്ച് സ്റ്റോക്കോ ഒരു ബിസിനസ്സോ മെൻഷൻ ചെയ്യുന്നില്ല. പക്ഷേ നമുക്ക് ഇതിൻ്റെ പിന്നാമ്പുറത്തേക്ക് നമുക്ക് ഒന്നുകൂടി ഒന്ന് നോക്കാം എന്നുള്ളതാണ്. അതായത് വളരെ ഓർഡിനറി ആയിട്ട് ഇറലവൻ്റ് ആയിട്ട് നമുക്ക് ആവശ്യമില്ലാത്ത ഇൻഫർമേഷനാണ്, എന്തോ വലിയ കാര്യമാണ്, എക്കണോമിക് കാര്യമാണെന്ന് നമ്മൾ വിചാരിക്കും. പക്ഷേ വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. അതായത് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യ ഉണ്ടല്ലോ വേൾഡിലെ തന്നെ 3rd ലാർജസ്റ്റ് കൺസ്യൂമർ ഓഫ് ഓയിലാണ്. ഓക്കെ, അത് മാത്രമല്ല 3rd ലാർജസ്റ്റ് ഓയിൽ ഇമ്പോർട്ടർ ഇൻ ദ വേൾഡും കൂടെയാണ്. നമ്മൾ 3rd ലാർജസ്റ്റ് കൺസ്യൂമർ എന്ന് പറയുമ്പോൾ US-ഉം ചൈനയും കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഓയിൽ ഉപയോഗിക്കുന്ന 3ാമത്തെ രാജ്യമാണ് ഇന്ത്യ. അത് മാത്രമല്ല ഏറ്റവും കൂടുതൽ ഓയിൽ ഇമ്പോർട്ട് ചെയ്യുന്ന 3ാമത്തെ രാജ്യങ്ങളാണ് ഇന്ത്യ എന്നുള്ളത്. അതായത് ഇന്ത്യയുടെ ഡെയിലി ഓയിൽ നീഡ് എത്രയെന്നറിയോ? 5.5 മില്യൺ ബാരൽസ് പെർ ഡേ. അതായത് 5.5 മില്യൺ ബാരലാണ് നമുക്ക് ഒരു ദിവസം ആവശ്യമെങ്കിൽ നമ്മൾ എത്ര പ്രൊഡ്യൂസ് ചെയ്യണമെന്നറിയോ? 1 ബില്യൺ. അതായത് 1 മില്യൺ ബാരലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. നമ്മുടെ ആവശ്യമോ 5.5 മില്യൺ ആണ് ഡെയിലി നമുക്ക് ആവശ്യം. അതിൻ്റെ അർത്ഥം എന്താ?
85% ഓഫ് അവർ ഓയിൽ റിക്വയർമെൻറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് അല്ലേ. നമുക്ക് പ്രൊഡക്ഷൻ കുറവായതുകൊണ്ട് തന്നെ നമുക്ക് മറ്റുള്ള രാജ്യങ്ങളിൽ ഡിപ്പെൻഡ് ചെയ്ത് 85% നമ്മൾ ഇമ്പോർട്ടാണ് ചെയ്യുന്നതെന്നുള്ള ഈ ഓയിൽ ഉപയോഗിച്ചാണ് നമ്മുടെ കാറുകൾ ഓടുന്നത്, നമ്മുടെ ഫാക്ടറികൾ വർക്ക് ചെയ്യുന്നത്, പവർ പ്ലാന്റുകൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ പെയിന്റ് എല്ലാത്തിനും റോ മെറ്റീരിയൽ മാത്രമല്ല, ഈ പറയുന്ന പോലെ ഓയിലാണ് നമ്മൾ എല്ലാ ദിവസവും ഡ്രൈവ് ചെയ്യുന്നത്. നമ്മുടെ ഇൻഫ്ലേഷനെ ഡ്രൈവ് ചെയ്യുന്നത് ഇൻട്രസ്റ്റ് റേറ്റും ഈ പറയുന്ന പോലെ ഈ ഓയിലും ഒക്കെ ആണ് എന്നുള്ളതാണ് അത് പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ഇത് സിറ്റുവേഷൻ വളരെ ഫ്രജൈലാണ്. നമ്മളിപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, നമ്മൾ ഒരാളിൽ നിന്ന് മാത്രം, അതായത് നമ്മുടെ നെയ്ബറിൽ നിന്ന് മാത്രം നമ്മുടെ ഗ്രോസറീസ് മേടിക്കാൻ, നമ്മൾ 85% ഗ്രോസറീസ് മേടിക്കാൻ നമ്മുടെ അയൽവക്കക്കാരനിൽ നിന്ന് മാത്രമാണ് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യണമെങ്കിൽ ഒരു ദിവസം അദ്ദേഹം ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എത്രത്തോളം അനുഭവിക്കും എന്ന് ആലോചിച്ചാൽ മതി. അപ്പം നമ്മുടെ പ്രശ്നം വെച്ചാൽ ഓയിൽ പ്രൈസസ് പോകുമ്പോൾ ഉണ്ടല്ലോ, ഓയിൽ പ്രൈസസ് ഭയങ്കരമായിട്ട് കയറുമ്പോൾ ഈ ഓയിൽ ഇമ്പോർട്ട് ചെയ്യാനായിട്ട് നമ്മൾ ഒരുപാട് കാശ് ചിലവാക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഓയിൽ പ്രൈസസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഒരു പ്രശ്നം എന്താ, ഓയിൽ പ്രൈസസ് മാത്രമല്ല ചിലപ്പോൾ ഇൻക്രീസ് ചെയ്യുക, കൂടെ US ഡോളേഴ്സും ഇൻക്രീസ് ചെയ്യും. അപ്പം നമ്മൾ ഒരുപാട് കാശ് സ്പെൻഡ് ചെയ്തിട്ടാണ് ഓയിൽ ഇമ്പോർട്ട് ചെയ്യണമെന്നുള്ള. അപ്പോൾ പ്രത്യേകിച്ച് നമുക്ക് നോക്കാം, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ഡിമാൻഡ് ആൻഡ് സപ്ലൈക്ക് ഗ്യാപ്പ് വന്നു എന്ന് വെച്ചോ, ഡിമാൻഡ് ആൻഡ് സപ്ലൈക്ക് ഗ്യാപ്പ് വന്നു എന്ന് വെച്ചാൽ ചിലപ്പോൾ OPEC കൺട്രീസ് ഓയിൽ പ്രൊഡക്ഷനെ കുറയ്ക്കുകയാണെങ്കിൽ അതായത് സപ്ലൈ സിസ്റ്റത്തിലേക്ക് കുറയും, ഡിമാൻഡ് എന്നാൽ കുറയുന്നുമില്ല, അപ്പോൾ ഓയിൽ പ്രൈസസ് കയറും. അപ്പം നമ്മൾ ചിലവാക്കുന്ന കാശ് വളരെ കൂടുതലാണ് ഓയിൽ ഇമ്പോർട്ട് ചെയ്യാൻ. അതൊന്നാമത്തെ കാര്യം. രണ്ടാമത് ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂസ്, പ്രത്യേകിച്ച് അറബ് രാജ്യങ്ങളിലൊക്കെ നടക്കും ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂസ്, അല്ലെങ്കിൽ ഓയിൽ പ്രൊഡ്യൂസിങ് നേഷൻസിൽ ഒരു ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂസ് ഒക്കെ നടക്കുമ്പോൾ, ഇപ്പോൾ അടുത്ത കാലത്ത് തന്നെ നമ്മൾ സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസിൽ ഇറാൻ കൈവയ്ക്കുകയാണെങ്കിൽ മറ്റുള്ള അറബ് രാജ്യങ്ങളിൽ നിന്ന് ഓയിൽ വരുന്ന, അതായത് ലോകത്തിൻ്റെ 20% ഓഫ് ഓയിൽ ഷിപ്പിംഗ് ഏതാണ്ട് ബ്ലോക്ക് ആവും. അപ്പോൾ ഇതൊക്കെ ഓയിൽ പ്രൈസിനെ ഭയങ്കരമായിട്ട്, നമുക്കറിയാലോ ഒരിടയ്ക്ക് ഭയങ്കര രീതിയിൽ കയറിയിരുന്നു, 70 അടുപ്പിച്ചവരെയൊക്കെ വന്നു എന്നുള്ള. അപ്പോൾ ഈ ഓയിലിൻ്റെ പ്രൈസ് കയറുമ്പോഴൊക്കെ നമുക്ക് വളരെ പ്രോബ്ലം ആവും, ഇമ്പോർട്ട് ബില്ല് കൂടും, നമുക്കത് വലിയൊരു സ്ട്രെയിനാണ് നമ്മുടെ ബാലൻസ് ഷീറ്റിൽ എന്നുള്ളത് നമ്മൾ പറഞ്ഞു വയ്ക്കണം. അപ്പോൾ നമുക്ക് എന്താ ശരിക്കും പറഞ്ഞാൽ ഇതിൽ നിന്നൊക്കെ നമുക്കൊരു സെക്യൂരിറ്റി വേണം അല്ലേ, ഒരു എനർജി സെക്യൂരിറ്റി നമ്മൾ ആവശ്യമുണ്ടെന്നുള്ള കാര്യം നമുക്ക് നന്നായിട്ട് അറിയാം. നമുക്ക് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യാന്ന് നടക്കുന്ന കാര്യമൊന്നുമില്ല, കാര്യം അതിനൊരു റിസർവ് വേണം അല്ലേ. നമ്മളെ മദർ നേച്ചർ ബ്ലെസ് ചെയ്താൽ മാത്രമേ ഓയിൽ നമ്മുടെ മണ്ണിൻ്റെ അടിയിലോ അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ അടിയിലോ കാണൂ, അവിടുന്ന് നമുക്ക് റിഫൈൻ ചെയ്ത് അല്ലെങ്കിൽ നമുക്ക് ഡ്രിൽ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അതില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് മറ്റുള്ള രാജ്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്തേ പറ്റുള്ളൂ. പക്ഷേ നമുക്ക് ഒരു കാര്യം ചെയ്യാം, എന്ത് ചെയ്യാം, നമുക്ക് വേണമെങ്കിൽ ഓയിൽ മേടിച്ച് വെച്ച്, അതായത് വില കുറയുമ്പോൾ ഗോൾഡ് മേടിക്കാറില്ലേ, അതേപോലെ വില കുറയുമ്പോൾ നമുക്ക് ഓയിൽ നമുക്ക് മേടിച്ച് ഇമ്പോർട്ട് ചെയ്ത് നമുക്കിവിടെ സ്റ്റോറേജിൽ സൂക്ഷിക്കാം, ഇൻവെൻട്രി ആയിട്ട് സൂക്ഷിക്കാം. ഇപ്പം നമ്മൾ ഓയിലിൻ്റെ പ്രൈസ് തന്നെ നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ 1990 ഗൾഫ് വാർ, നമ്മുടെ ആ ഇറാഖ് കുവൈറ്റ് ഒക്കെ ഇഷ്യൂ വന്നല്ലോ, അമേരിക്ക അങ്ങോട്ട് ഇടപെട്ട സമയത്ത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഓയിൽ മേടിക്കാനായിട്ടുണ്ടല്ലോ, നമ്മൾ ഗോൾഡ് 67 ടൺ ഓഫ് ഗോൾഡ് എയർ ലിഫ്റ്റ് ചെയ്ത് ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ടിന് കൊടുത്തതാണ്. എന്തിനാണ്, നമ്മൾ ഈ ഓയിലിൻ്റെ എക്സ്പെൻസ് കവർ ചെയ്യാൻ വേണ്ടി മാത്രം, ഓയിൽ മേടിക്കാനുള്ള പൈസയ്ക്ക് മാത്രം, ടു പേ ഫോർ ഫ്യൂവൽസ് നമ്മൾ 67 ടൺ ഗോൾഡാണ് IMFൽ കൊണ്ടുവന്ന് കൊടുത്തത്. അത് മാത്രമല്ല 2008 ഈ ഓയിൽ പ്രൈസ് സ്പൈക്ക് വന്നു, അതായത് $147 പെർ ബാരൽ വരെ പോയപ്പോൾ നമ്മുടെ ഇമ്പോർട്ട് ബില്ല് ഭയങ്കരമായിട്ട് കൂടി എന്നുള്ളതാണ്. നമ്മൾ 2022 ഈ റഷ്യയും യുക്രൈനും യുദ്ധം നടന്നല്ലോ, അന്നും ഓയിൽ ഭയങ്കരമായിട്ട് കയറി, കാര്യം റഷ്യയൊക്കെ വലിയ ഇമ്പോർട്ടൻറ്റ് പ്ലെയറാണ് ഈ ഓയിൽ മാർക്കറ്റിൽ നിന്ന്. അപ്പോഴും നമ്മുടെ ഇമ്പോർട്ട് ബില്ല് ഭയങ്കരമായിട്ട് കൂടി. അപ്പം നമ്മളെ സംബന്ധിച്ച് ഈ ഓയിൽ എന്ന് പറയുന്നത് എന്നും ഒരു ഹോട്ട് പൊട്ടറ്റോ ആണ്, നമുക്ക് എപ്പോഴും ഭയങ്കര പ്രശ്നമുണ്ട്. അപ്പം ഇതെന്ത് ചെയ്യണം, ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടാനായിട്ട് നമുക്ക് 3 മാർഗ്ഗങ്ങളാണുള്ളത്. അത് 3 മാർഗ്ഗങ്ങളെന്ന് പറഞ്ഞാൽ ഒന്ന് എന്താ, നമ്മളിപ്പോൾ ഈ അറബ് രാജ്യങ്ങളെ മാത്രം ഡിപ്പെൻഡ് ചെയ്യാതെ നമ്മുടെ പർച്ചേസ് ഹെഡ്ജ് ചെയ്യണം. അതായത് ഒരുപാട് രാജ്യങ്ങളിൽ നിന്ന് ജോഗ്രഫി എക്സ്പാൻഡ് ചെയ്ത് മേടിക്കണം. അതായത് ഒരു ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ റഷ്യൻ ഓയിലും നമ്മൾ മേടിക്കുന്നത് കാരണം സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ് അടച്ചു കഴിഞ്ഞാൽ കൂടുതലും നമുക്ക് എന്താ പ്രശ്നം, സൗദി അറേബ്യ, കുവൈറ്റ്, ഇറാഖ്, ബഹ്റിൻ എന്നിങ്ങനെയുള്ള UAE എന്നിങ്ങനെയുള്ള രാജ്യങ്ങളിൽ അബുദാബി എന്നൊക്കെ വരുന്നതാണ് നമുക്ക് ബ്ലോക്ക് ആവണമെങ്കിൽ പോലും നമുക്ക് റഷ്യൻ വഴി വരുമ്പോൾ ഈ സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസിൻ്റെ ആവശ്യമില്ല. അതുകൂടാതെ ആഫ്രിക്കൻ കൺട്രീസ്, സൗത്ത് അമേരിക്കൻ വെനിസുവേല എന്നൊക്കെ മേടിച്ച് നമ്മളൊന്ന് ജോഗ്രഫിക്കലി ഈ റിസ്കിനെ ഒന്ന് ഹെഡ്ജ് ചെയ്യാം. അത് നമ്മൾ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് നല്ല ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. രണ്ടാമത് എന്താ, കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുക, അതാണ് വേറെ മാർഗ്ഗം. ഇത് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, മദർ നേച്ചർ നമ്മളെ ബ്ലസ് ചെയ്യണം, നമ്മളെ അനുഗ്രഹിച്ചാൽ മാത്രമേ കിട്ടുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ അടുത്ത കാലത്ത് നമ്മൾ ഒരു ന്യൂസ് കേട്ടു, ആൻഡമാൻ കോസ്റ്റിൽ നല്ലൊരു ഓയിൽ റിസർവ് ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. ബട്ട് അവിടെ ഇപ്പോഴും ഈ പറയുന്ന പോലെ ONGCയും ഓയിൽ ഇന്ത്യയൊക്കെ സെയ്സ്മിക് സർവേ നടത്തുന്നേ ഉള്ളൂ.
ഇതിനകത്തുനിന്ന് എത്രയാണ് അവിടെ റിസർവ് ഉണ്ടായിട്ട് കാര്യമില്ല, കമേഴ്സ്യലി നമുക്കിത് എടുക്കാൻ പറ്റണം, കമേഴ്സ്യലി പ്രൂവൺ ആയിരിക്കണം, എന്നാൽ മാത്രമേ നമുക്കത് പറ്റുള്ളൂ എന്നാണ്. ഇതുവരെ അതിനുള്ള എവിഡൻസ്, അതായത് കമേഴ്സ്യലി എടുക്കാം, അവിടെ ഉണ്ട് എന്നുള്ളത് നമ്മൾ സംശയിക്കുന്നു, എന്നാൽ കമേഴ്സ്യലി എടുക്കാനുള്ളതിൻ്റെ ഒരു തെളിവുകളൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. അതായത് ഇതിനെ തന്നെ നമ്മൾ പറയണത് ഈ കാറ്റഗറി 2 ബേസിൻ എന്നാണ്. ഈ കാറ്റഗറി 2 ബേസിൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കണ്ടിൻജൻറ്റ് റിസോഴ്സസ് അവിടെയുണ്ട്, ബട്ട് അതിന് കമേഴ്സ്യൽ വയബിലിറ്റിയെക്കുറിച്ച് ഇതുവരെ ഒരു ധാരണ ഇല്ല എന്നുള്ളത്. അപ്പോൾ അവിടെ ഉണ്ടെന്ന് തോന്നുന്നു, നമുക്ക് കമേഴ്സ്യലി എടുക്കാൻ പറ്റും എന്നുള്ള രീതിയിലായില്ല. ശരിക്കും പറഞ്ഞാൽ എൻ്റെ പെട്രോളിയം മിനിസ്ട്രി, നമ്മുടെ യൂണിയൻ പെട്രോളിയം മിനിസ്റ്റർ ഹർദീപ് സിംഗ് പുരിയിലെ ഹർദീപ് സിംഗ് പുരി പറയുന്നത് വെച്ചാൽ ഈ ആൻഡമാൻ കോസ്റ്റിലുള്ളത് ഏതാണ്ട് നമ്മൾ ഇന്ത്യ ഈസ് ഓൺ ദ വെർജ് ഓഫ് എന്താണ് ഗയാന സ്കെയിൽ ഓയിൽ റിക്കവറി എന്നാണ്, ഗയാന സ്കെയിൽ എന്നാണ് പറയുന്നത്. ഗയാന സ്കെയിൽ എന്ന് പറയാൻ കാര്യം എന്നറിയോ, സൗത്ത് അമേരിക്കയിലെ ഒരു ചെറിയ കൺട്രിയാണ് ഗയാന എന്ന് പറയുന്നത്. ഈ ഗയാനയിൽ ശരിക്കും പറഞ്ഞാൽ 2015 വരെ വലിയ ഓയിൽ ഉള്ളതായിട്ടൊന്നും ആരും അറിഞ്ഞില്ല. പക്ഷേ 2015 അമേരിക്കൻ കോൺഗ്ലോമറേറ്റ് ഉണ്ടല്ലോ, എക്സോൺ മോബിൽ അവിടെ വന്ന് ഡ്രില്ലിംഗ് ചെയ്ത് ഡീപ് സീ ഓയിൽ റിക്കവറി കണ്ടുപിടിച്ചു എന്നാണ് പറയുന്നത്. അതിനുശേഷം ലോകത്തിലെ ഏറ്റവും വലിയ ഓയിൽ ഡിസ്കവറി നടന്ന രാജ്യമാണ് ഈ പറയുന്ന പോലെ ഗയാന എന്ന് പറയുന്നത്. അതായത് അവർ ഏതാണ്ട് 11 ബില്യൺ ബാരൽസ് ഓഫ് ഓയിൽ അവിടെ ഉണ്ട് എന്നുള്ളതാണ് അവിടെ കണ്ടുപിടിച്ചത് എക്സോൺ മോബിൽ എന്നുള്ളത്. അപ്പോൾ ഈ ഗയാന സ്കെയിൽ എന്ന് പറയുന്നത് നമ്മൾ ഈ ഓയിൽ ഇൻഡസ്ട്രിയിൽ സാധാരണ യൂസ് ചെയ്യുന്ന വാക്കാണ്. അപ്പോൾ ശ്രീ ഹർദീപ് സിംഗ് പുരി പറഞ്ഞു വെച്ചാൽ നമ്മുടെ ആൻഡമാൻസിൽ ഏതാണ്ട് ഗയാന സ്കെയിലുള്ളതുണ്ട്, അതായത് 11 ബില്യണോളം ഉണ്ട് എന്നാണ് പറയുന്നത്. ബട്ട് ഇതൊക്കെ സ്പെക്കുലേഷനാണ്, അതിനകത്ത് നമുക്ക് ഇതുവരെ ആൻഡമാൻ കോസ്റ്റിൽ നിന്ന് നമുക്ക് ഇതേപോലെ എവിഡൻസോ അല്ലെങ്കിൽ പ്രൂവൺ ആയിട്ടുള്ള ഒരു കാര്യം അതിനകത്ത് വന്നിട്ടില്ല എന്നുള്ള. ഇതാണ് രണ്ടാമത്തെ മെഷർ എന്ന് പറയുന്നത്. മൂന്നാമത്തെ മെഷർ എന്താ? അപ്പോൾ ഒന്നില്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന പോലെ നമുക്ക് മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് മേടിക്കുക, ഒരു ഓപ്ഷൻ, ഒരുപാട് രാജ്യങ്ങളിൽ നിന്ന് മേടിക്കുക, ഹെഡ്ജ് ചെയ്യുക, അല്ലെങ്കിൽ ഇതുപോലെ റിസ്കിനെ ഒന്ന് ഹെഡ്ജ് ചെയ്യുക. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ നമുക്ക് ദൈവമായിട്ട് നമുക്ക് തരണം. മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ഓയിൽ റിസർവ് കരുതി വയ്ക്കുക. ഓയിൽ റിസർവ് കരുതി വയ്ക്കുമ്പോഴും നമ്മളെന്ന് വെച്ചാൽ ഒരു ടെമ്പററി ആയിട്ട് നമുക്ക് കുറച്ച് ഷോർട്ടേജ് വരുന്ന കാലഘട്ടത്തേക്ക് ഈ റിസർവിൽ നിന്ന് എടുക്കാം. പക്ഷേ ആ സമയം കൊണ്ട് നമ്മൾ വേറെ ഒരു സോഴ്സ് കണ്ടുപിടിക്കണം എന്നുള്ള കാര്യം. ഒരുപാട് 5 കൊല്ലത്തേക്കൊന്നും സ്റ്റോറേജ് ചെയ്ത് വയ്ക്കാനൊന്നും പറ്റില്ല. നമ്മളൊരു ടെമ്പററി ആയിട്ട് കുറച്ച് നാളത്തേക്ക് നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കണേ. അപ്പോൾ ഈ 2003 ശരിക്കും പറഞ്ഞാൽ ഇന്ത്യ ഇതിനെക്കുറിച്ച് പ്ലാൻ ചെയ്തു. ഈ പ്ലാൻ ചെയ്ത് അങ്ങനെ ഒരു മാസ്റ്റർ പ്ലാനൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് ഇന്ത്യൻ സ്ട്രാറ്റജിക് പെട്രോളിയം റിസർവ് ലിമിറ്റഡ് എന്ന് പറഞ്ഞാൽ ISPRL എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ കമ്പനി മിനിസ്ട്രി ഓഫ് ഓയിൽ മിനിസ്ട്രിയുടെ കീഴിൽ രൂപീകരിച്ചു എന്നുള്ള. എന്നിട്ട് 2007 തൊട്ട് 2010 വരെ ഒരു ഫേസ് 1 കൺസ്ട്രക്ഷൻ തുടങ്ങി. അത് എവിടെയാണ് തുടങ്ങിയത്? ആ കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് 3 അണ്ടർഗ്രൗണ്ട് റോക്ക് കാവേൺസ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു കേവ് പോലെ, അതായത് അണ്ടർഗ്രൗണ്ടിൽ ഇത് സൂക്ഷിക്കാനുള്ള ഒരു സംവിധാനത്തിനാണ് അണ്ടർഗ്രൗണ്ട് റോക്ക് കാവേൺസ് പോലെ 3 എണ്ണം ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള. എവിടെയൊക്കെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്? ഒന്ന് ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്ത്, രണ്ടാമത് കർണാടകത്തിലെ മംഗളൂരുവിൽ, മൂന്നാമത് പടൂർ കർണാടകയിലാണ് അവർ ഉദ്ദേശിച്ചതെന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ഈ അണ്ടർഗ്രൗണ്ട് ആയിട്ടുള്ള ഈ കാവേണിൽ സൂക്ഷിക്കണമെന്നറിയോ? അതായത് നമ്മൾ പെട്ടെന്നൊരു നാച്ചുറൽ ഡിസാസ്റ്റർ വന്നാൽ ഇത് ഒന്നും സംഭവിക്കാൻ പാടില്ല. ചെറിയൊരു ബോംബിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വാർ വന്നോ ഇതിനെ തൊടാൻ പാടില്ല. രണ്ടാമത് പിന്നെ ചീപ്പറാണ്, അതായത് അടിയിൽ മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറഞ്ഞാൽ ഭൂമിയുടെ അടിയിൽ മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ ചീപ്പറാണ്. അത് മാത്രമല്ല ഒരുപാട് നാളത്തേക്ക് സ്റ്റോർ ചെയ്യാം. അപ്പോൾ ഈ അണ്ടർഗ്രൗണ്ട് ഇതിൽ സ്റ്റോർ ചെയ്യുക എന്ന് പറയുന്നതിൻ്റെ പ്രത്യേകതകളാണ് ഈ പറയുന്നത്. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഗ്രൗണ്ടിലാണ് സ്റ്റോറേജ് ചെയ്തത്. ഗ്രൗണ്ടിൽ സ്റ്റോറേജ് ചെയ്തത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ആവശ്യത്തിനല്ല. നമ്മുടെ റിഫൈനറീസ് ആയിട്ടുള്ള BPCL, HPCL, IOC ഒക്കെ ഉണ്ടല്ലോ, അവരുടെ ടെമ്പററി യൂസേജിന് വേണ്ടിയിട്ട് ശരിക്കും പറഞ്ഞാൽ ഗ്രൗണ്ടിലാണ് അത് യൂസ് ചെയ്തതെന്നുള്ളത്. അപ്പോൾ 2004 മുതലാണ്, അതായത് 2003-04 മുതലാണ് നമ്മൾ ഈ റിസർവ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ തീരുമാനിച്ചതെന്നുള്ള. 2015-18 ആയപ്പോഴത്തേക്കും, അതായത് 2015-18 ഏതാണ്ട് 10 കൊല്ലത്തിൽ കൂടുതലായതായിരിക്കും ഫേസ് 1 കംപ്ലീറ്റ് ചെയ്തു എന്നുള്ള. ഫേസ് 1 കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മൾ ഓയിൽ മേടിച്ച് ഈ റിസർവ് ഒക്കെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഫില്ല് ചെയ്ത് വെച്ചു. അതാണ്, അതായത് അതിൻ്റെ ടോട്ടൽ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ 5.33 മില്യൺ ബാരൽ, അല്ല 5.33 മില്യൺ ടൺസ് ആണ്. 5.33 മില്യൺ ടൺസ് ആണ് നമ്മൾ അതിനകത്ത് സൂക്ഷിച്ചത്. അതായത് അതിന് ഇക്വലൻ്റ് ആയിട്ട് പറയണമെങ്കിൽ 39 ബില്യൺ ബാരൽസ് ഇക്വലൻ്റ് ആണ്. 39 ബില്യൺ ബാരൽസിൽ ഇക്വലൻ്റ് ആണ് ഈ കപ്പാസിറ്റി എന്ന് പറയുന്നത്. അതായത് നമുക്ക് ഒരു 9 തൊട്ട് 10 ദിവസം വരെ, 9 തൊട്ട് 10-11 ദിവസം വരെയുള്ള ഓയിൽ റിസർവ് നമുക്ക് ഇപ്പോൾ കംപ്ലീറ്റ് നമ്മൾ പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാലും ഈ 9-10 ദിവസം നമുക്ക് ഒരു റിസർവ്, നമ്മൾ വണ്ടിയിലൊക്കെ പെട്രോൾ റിസർവ് ആവൂലേ, അതേപോലെ റിസർവായിട്ട് നമുക്ക് സൂക്ഷിക്കുക എന്നുള്ളതാണ്. ബട്ട് ഈ പറഞ്ഞ പോലെ നമ്മുടെ റിഫൈനേഴ്സ് ഉണ്ടല്ലോ, നമ്മൾ ഈ IOC അല്ലെങ്കിൽ BPCL, HPCL, അവരുടെ എല്ലാം കൂടെ ഏതാണ്ട് 64 ദിവസത്തിൽ ഒരു ഓയിൽ റിസർവ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അതും ഇതും കൂടെ ചേർന്ന് നമ്മുടെ കയ്യിൽ ഒരു ബഫർ എന്ന് പറഞ്ഞാൽ 74 ദിവസത്തെ
ഒരു ബഫർ നമ്മുടെ കയ്യിൽ ഉണ്ട് എന്നുള്ളതാണ് നമ്മുടെ phase 1 കഴിഞ്ഞപ്പോൾ. അപ്പോൾ ആക്ച്വലി 2017 നമ്മൾ ഇതിൻ്റെ phase 2 അനൗൺസ് ചെയ്തു. phase 2 അനൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇനി 4 റിസർവും കൂടെ, നേരത്തെ നമുക്ക് 3 ഉണ്ടായിരുന്നു, നമുക്ക് 4 റിസർവും കൂടെ ഉണ്ട് എന്നുള്ളതാണ്. അതായത് അതിനകത്ത് ചന്ദിക്കോലെ എന്ന് പറഞ്ഞിട്ട് ഒഡീഷയിലെ ഒരു സ്ഥലം, രണ്ടാമത് ഈ നമ്മുടെ കർണാടകയിൽ തന്നെ പദൂർ എന്ന് പറഞ്ഞൊരു സ്ഥലം ഉണ്ടല്ലോ, അവിടെ ഒരു ഫർദർ എക്സ്റ്റൻഷനും കൂടെ നമ്മൾ പ്ലാൻ ചെയ്തു, ആഡ് ഓൺ ചെയ്തു. പിന്നെ രാജസ്ഥാനിലെ ബിക്കാനേർ, ഗുജറാത്തിലെ രാജ്കോട്ടിലും കൂടെ 4 എണ്ണം നമ്മൾ ചെയ്യാനായിട്ട്, അതായത് നമ്മുടെ ഗോൾ എന്തായിരുന്നു വെച്ചാൽ 22 days ഓഫ് ഓയിൽ സ്റ്റോറേജ് അല്ലെങ്കിൽ ഓയിൽ റിസർവും കൂടെ ഉണ്ടാക്കണം എന്നുള്ള ഗോളിലാണ് നമ്മൾ മുന്നോട്ട് പോയെന്നുള്ള. ബട്ട് ഈ വേറൊരു കാര്യം ഉണ്ട്, ഈ 2020 കോവിഡ് വന്നില്ലേ, കോവിഡ് വന്നപ്പോൾ ഓയിൽ പ്രൈസ് ഭയങ്കരമായിട്ട് ക്രാഷ് ചെയ്തല്ലോ. ഓയിൽ പ്രൈസ് ക്രാഷ് ചെയ്തപ്പോൾ ഇന്ത്യൻ ഗവൺമെൻറ് ആക്ട് ചെയ്ത് ചീപ്പായിട്ട് ഓയിൽ മേടിച്ചിട്ട് നമ്മുടെ ഇവിടുത്തെ സ്റ്റോറേജുകൾ ഫില്ല് ചെയ്തു എന്നുള്ളതാണ്. നമുക്ക് അതായത് ഇന്ത്യ ആ സൈക്കിൾ കറക്റ്റായിട്ട്, അതായത് പ്രൈസ് താഴേക്ക് വന്നപ്പോൾ നമ്മൾ നന്നായിട്ട് ബൈ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഒരു വാസ്തവം തന്നെയാണ് കേട്ടോ. ഈ 2021-24 ആയപ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ ഈ നമ്മുടെ phase 2 നമ്മൾ തുടങ്ങിയല്ലോ, അതിനൊരു മെല്ലെപ്പോക്കാനുള്ള കാര്യം വെച്ചാൽ നമുക്കറിയാലോ, ഈ ബ്യൂറോക്രാറ്റിക് ആയിട്ടുള്ള ലാൻഡ് അക്വിസിഷൻ്റെ പ്രോബ്ലം, അപ്രൂവൽ പോകാനുള്ള ഇഷ്യൂ, അതൊക്കെ കാരണം ഒരുപാട് ഇഷ്യൂസ് വന്ന് പ്രോജക്റ്റ് ഭയങ്കരമായിട്ട് ഡിലേ. ഇപ്പോൾ ഗവൺമെൻറ് ഇതൊന്ന് ഫാസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ടുണ്ടല്ലോ ഒരു പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ്. ഈ പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ് എന്ന് ജപ്പാനിലും സൗത്ത് കൊറിയയിലും വളരെ ഹിറ്റായിട്ടുള്ളൊരു മോഡലാണ് ഈ ഓയിൽ റിസർവിന് വേണ്ടിയിട്ട്. അപ്പോൾ അതേ രീതിയിൽ തന്നെ ഇന്ത്യ ഇവിടെ കൊണ്ടുവന്നു എന്നുള്ളതാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മളിപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കഴിഞ്ഞ മാസമൊക്കെ നമ്മൾ ഈ സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസിൽ ഉള്ള ഒരു ഇഷ്യൂ കാരണം ഇന്ത്യ അതിൻ്റെ എന്താ പറയുക, അതിൻ്റെ പ്രത്യാഘാതങ്ങൾ ഭയങ്കരമായിട്ട് മനസ്സിലാക്കിയിട്ട് ഇതൊന്ന് ഫാസ്റ്റൻ ചെയ്യാനായിട്ട് ഇപ്പോൾ തുടങ്ങി എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യ പ്ലാൻസ് ടു എക്സ്പാൻഡ് ഇറ്റ്സ് ഓയിൽ റിസർവ് ടു കവർ 135 days ഓഫ് റിസർവ് എന്നാണ്, 135 ദിവസത്തേക്ക് വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ്. അപ്പോൾ ഏതാ പറയുക, ഒരു ഇതും കൂടെ ചേർത്ത്, അതായത് നമ്മുടെ ഇതെന്ന് പറയുന്നത് നമ്മുടെ റിഫൈനറീസ് ആയിട്ടുള്ള ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ, HPCL, BPCL, അവരൊക്കെ ഏതാണ്ട് ഒരു 64 ദിവസത്തെ റിസർവ് ഉണ്ടെന്നില്ല, അതും കൂടെ ചേർത്തിട്ടാണ് ഈ പറഞ്ഞ പോലെ 135 ദിവസത്തെ ഒരു റിസർവ് നമ്മൾ കീപ്പ് ചെയ്യണമെന്ന് പറഞ്ഞാൽ. അതിനൊരു പ്രത്യേകതയും കൂടെ ഉണ്ട് കേട്ടോ. അതായത് നമ്മളിപ്പം നമ്മുടെ ഈ സ്റ്റോറേജ് ഫെസിലിറ്റി എക്സ്പാൻഡ് ചെയ്യുകയാണെന്ന് വെച്ചോളൂ, എക്സ്പാൻഡ് ചെയ്ത് 90 ദിവസത്തിൽ കൂടുതലാക്കുകയാണെങ്കിൽ നമുക്കൊരു മെമ്പർഷിപ്പ് കിട്ടും. ഈ മെമ്പർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഇൻ്റർനാഷണൽ എനർജി ഏജൻസിയുടെ ഒരു മെമ്പർഷിപ്പ് നമുക്ക് കിട്ടും. കാര്യം കാര്യം വെച്ചാൽ അതിനകത്ത് 90 ദിവസമെങ്കിലും ഓയിൽ റിസർവ്സ് ഉള്ള കൺട്രികളാണ് ഇതിൻ്റെ മെമ്പേഴ്സ്. ഇപ്പോൾ ഇന്ത്യ 135 ആവുന്നതോടുകൂടി 90 പാസ്സാവുന്നതോടുകൂടി നമുക്ക് അതിനകത്തൊരു മെമ്പർഷിപ്പ് കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ ഈ പറയുന്ന പോലെ അതായത് നമ്മുടെ ഈ റിസർവ്സ് എക്സ്പാൻഡ് ചെയ്ത്, അതായത് നമ്പർ ഓഫ് ഡേയ്സ് ഇൻക്രീസ് ചെയ്യിക്കാനുള്ള ഒരു ന്യൂസാണ് നമ്മൾ ഈ വായിച്ചതെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയത്. അതായത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ഓയിലിൻ്റെ ഒരു ത്രെട്ടിനെ മറികടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്പർ ഓഫ് ഡേയ്സ് ഉള്ള റിസർവ്സ് ഇൻക്രീസ് ചെയ്യുക. ഇതാണ് ആ ന്യൂസ് പേപ്പർ ആർട്ടിക്കിൾ പറഞ്ഞത്. എവിടെയാണ് നമ്മുടെ സ്പോട്ട്ലൈറ്റ് ന്യൂസ് വരുന്നതെന്നറിയോ? അതായത് നമ്മുടെ ഈ phase 1 പ്രോജക്റ്റ് ഉണ്ടല്ലോ, അതായത് phase 1 പ്രോജക്റ്റ് നമ്മൾ ചെയ്തു എന്ന് പറയുന്നത്, ആ പ്രോജക്റ്റിൻ്റെ മെയിൻ എഞ്ചിനീയറിംഗ് കൺസൾട്ടൻ്റ് ആരാണെന്നറിയോ? എഞ്ചിനീയേഴ്സ് ഇന്ത്യ. ആ കമ്പനിയാണ് നമ്മുടെ ഇന്നത്തെ സ്പോട്ട്ലൈറ്റിൽ നമ്മൾ അവതരിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ, അതായത് ഇപ്പോൾ phase 2 ഡിസൈനിങ്ങിൻ്റെയും പ്ലാനിങ്ങിൻ്റെയും ഷോർട്ട് ലിസ്റ്റ് ചെയ്തിരിക്കുന്നതും ഈ എഞ്ചിനീയേഴ്സ് ഇന്ത്യയെ തന്നെയാണെന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഗവൺമെൻറ് കമ്പനി തന്നെയാണ്, ഒരു പബ്ലിക് സെക്ടർ യൂണിറ്റ് തന്നെയാണെന്നുള്ളത്. അതായത് ഈ ഓയിൽ റിഫൈനിങ് അല്ലെങ്കിൽ അതിൻ്റെ പൈപ്പ് ലൈൻ ഇടുക, പെട്രോകെമിക്കൽ പ്ലാന്റ് സ്ഥാപിക്കുക, ഈ സ്റ്റോറേജ് ഫെസിലിറ്റിയൊക്കെ ഉണ്ടാക്കുക, അതിലൊക്കെ ഏതാണ്ട് 50 years ഓഫ് എക്സ്പീരിയൻസ് ഉള്ളൊരു PSU കമ്പനിയാണ് എഞ്ചിനീയേഴ്സ് ഇന്ത്യ എന്ന് പറയുന്നത്. ഈവൻ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഈ ഓയിൽ കമ്പനീസായ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ, HPCL, BPCLൻ്റെയൊക്കെ ഒരുപാട് ഓയിൽ പ്രോജക്ട്സ് എക്സിക്യൂട്ട് ചെയ്ത് എഞ്ചിനീയേഴ്സ് ഇന്ത്യ. അപ്പോൾ ഓയിൽ ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ഇൻഫ്രാസ്ട്രക്ചർ കൺസ്ട്രക്ഷൻ കമ്പനിയാണ് ഈ ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻഡസ്ട്രിയിലെ, പ്രത്യേകിച്ച് ഓയിൽ ഇൻഡസ്ട്രിയിലെ അത് PSU കമ്പനി തന്നെയാണ്. അപ്പോൾ എഞ്ചിനീയേഴ്സ് ഇന്ത്യയുടെ റെലവൻസ് ആലോചിച്ച് നോക്കും. ഞാനിത് പറയാൻ കാര്യം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ നമ്മുടെ പ്രേക്ഷകരോടത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കാര്യം എന്താ, നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ എക്സൽ ചെയ്യാൻ, അതായത് നന്നായിട്ട് പെർഫോം ചെയ്യാൻ നിങ്ങൾക്കൊരു ഫിനാൻസോ അക്കൗണ്ടിങ് ബാക്ക്ഗ്രൗണ്ടോ നിങ്ങൾക്ക് വേണ്ട. നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു കോമൺ സെൻസിക്കൽ അപ്രോച്ചും മാർക്കറ്റിനെ അപ്രോച്ച് ചെയ്യുന്ന രീതിയും നിങ്ങളൊന്ന് മാറ്റുകയാണെങ്കിൽ നിങ്ങൾക്കൊരു റോഡിൽ നിന്നോ അല്ലെങ്കിൽ ഒരു സൂപ്പർ മാർക്കറ്റിൽ നിന്നോ അല്ലെങ്കിൽ നിങ്ങൾ ജനറലായിട്ട് കാണുന്ന ഒരു ന്യൂസിൻ്റെ പുറകിൽ നിന്നോ നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു സ്റ്റോക്ക് ഐഡിയ ജനറേറ്റ് ചെയ്ത് എടുക്കാം എന്നുള്ള. അപ്പം നമ്മൾ എപ്പോഴും പറയാറുണ്ട്, നമ്മളിപ്പോൾ പലരും നമ്മുടെ അടുത്ത് ചോദിക്കാറുണ്ട് സ്റ്റോക്ക് റെക്കമെൻഡേഷൻ. നമ്മൾ ഈ സ്പോട്ട്ലൈറ്റ് സ്റ്റോക്ക് അവതരിപ്പിക്കാൻ ഒരു സ്റ്റോക്ക് റെക്കമെൻഡേഷനേ അല്ല. നമ്മൾ ഇതിനകത്ത് ചില സ്റ്റോക്കുകൾക്ക് അത് പോസിറ്റീവാണ്, ചില സ്റ്റോക്കുകൾക്ക് അത് നെഗറ്റീവ് ആവും. കാര്യം എന്താ, നമ്മൾ പറയുന്നത് ഒരു കഥയാണ്. അതായത് ഒരു ബിസിനസ്, നമ്മളൊരു മാധ്യമം എന്ന രീതിയിൽ നമുക്ക് അതിനുള്ള മാൻഡേറ്റേ ഉള്ളൂ. ഒരു ഫോർവേഡ് ലുക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റ്, അതായത് ഈ ബിസിനസ്സോ ഈ സ്റ്റോക്കോ നാളെ എന്ത് ചെയ്യും എന്ന് പറയാനുള്ള അധികാരം പോലും ഇല്ല എന്നുള്ള. പക്ഷെ നമ്മൾ എന്താ ചെയ്യണേ, നമ്മൾ ജനങ്ങൾക്കൊരു നോളജ് ബേസ്ഡ് പ്ലാറ്റ്ഫോമായിട്ട് നിന്ന് നിങ്ങളെ ഒന്ന് എഡ്യൂക്കേറ്റ് ചെയ്യണം. അതായത് നിങ്ങൾ കാണുന്ന കാര്യങ്ങളിൽ നിന്ന്, അതൊരു റോഡായിക്കോട്ടെ,
ഒരു സൂപ്പർ മാർക്കറ്റ് ആയിക്കോട്ടെ, ഒരു ന്യൂസ് പേപ്പർ ഹെഡ്ലൈൻ ആയിക്കോട്ടെ, അതിൽ നിന്ന് നിങ്ങൾക്കൊരു സ്റ്റോക്ക് ഐഡിയ ജനറേറ്റ് ചെയ്ത് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കൂടുതൽ റിസർച്ച് ചെയ്യാം എന്നല്ല. ഇന്നലെ നമ്മുടെ ഒരു പ്രേക്ഷകൻ ചോദിച്ചിരുന്നു, നിങ്ങൾ ഈ പറയുന്നതൊക്കെ ചെറിയ സ്റ്റോക്കാണ്, വലിയ സ്റ്റോക്കല്ലേ പറയുന്നത്. നമ്മളൊരു സ്റ്റോക്കേ പറയുന്നില്ല, നമ്മൾ പറയുന്നത് കോംപ്ലക്സ് ആയിട്ടുള്ള ബിസിനസ്സുകളെ നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുന്നു. അതായത് നമ്മൾ ഇന്നലെ ഐഡിയ ഫോർജ് ഒക്കെ പറയുന്നത്, ഡ്രോൺ എന്ന് പറയുന്ന ഒരു ബിസിനസ് ഉണ്ട് ഇന്ത്യയിൽ, അത് ചെയ്യുന്നത് ഐഡിയ ഫോർജ് ആണ് എന്നുള്ള കാര്യങ്ങൾ ജനങ്ങളിലേക്ക് അവതരിപ്പിക്കുന്നു എന്നുള്ള മാത്രം. അതായത് അത് അടുത്ത കാലത്ത് ന്യൂസ് വരുമ്പോൾ ഈ ഓപ്പറേറ്റേഴ്സ് ആ സ്റ്റോക്ക് അടിച്ചു പൊക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെതായ രീതിയിൽ നിങ്ങൾക്ക് മാർക്കറ്റിൽ ഒന്ന് റിസ്ക് ഹെഡ്ജ് ചെയ്യാലോ. ഇതൊക്കെ ആലോചിച്ചാണ് നമ്മൾ സ്പോട്ട്ലൈറ്റിലേക്ക് അവതരിപ്പിക്കുന്നത്. നമ്മൾ ഒരു അഡ്വൈസോ ഒരു സോളിസിറ്റേഷനോ അല്ലെങ്കിൽ ഒരു റെക്കമെൻഡേഷനോ നമ്മൾ കൊടുക്കുന്നില്ല, കൊടുക്കാൻ നമുക്ക് പറ്റത്തുമില്ല. നമുക്ക് അറിയാമെങ്കിൽ പോലും നമുക്കത് പറയാൻ പാടില്ല എന്നുള്ളത് നമ്മൾ അക്കാഡമിക് പർപ്പസിന് വേണ്ടി മാത്രം പറയുന്നുള്ളൂ. ഈ സ്റ്റോക്കുകളെ കുറിച്ച് അതിന്റെ ബിസിനസ്സും അതിന്റെ ബിസിനസ് പ്രോസ്പെക്ട്സും എന്താണെന്നുള്ള പറഞ്ഞുള്ളൂ. അപ്പം നമ്മൾ ഈ ന്യൂസ് വഴി നമ്മൾ അവതരിപ്പിച്ചത് എഞ്ചിനീയേഴ്സ് ഇന്ത്യ എന്ന് പറയുന്ന സ്റ്റോക്കാണ്. ആ സ്റ്റോക്കിന്റെ കേപ്പബിലിറ്റി എന്ന് പറഞ്ഞാൽ ഈ പ്രോജക്റ്റ് ഒക്കെ ഡിസൈൻ ചെയ്ത് പ്ലാൻ ചെയ്ത് പ്രോജക്റ്റ് മാനേജ് ചെയ്ത് എക്സിക്യൂഷൻ ചെയ്യാൻ പറ്റുന്ന സൂപ്പർ ആയിട്ടുള്ള ഒരു എഫിഷ്യൻസി ഉള്ള ഒരു കമ്പനിയാണ്. അതായത് ഈ സ്പെഷ്യലൈസ്ഡ് പ്രോജക്റ്റ് ഹാൻഡിൽ ചെയ്യാൻ എക്യുപ്ഡ് ആയിട്ടുള്ള കമ്പനിയാണ് എഞ്ചിനീയേഴ്സ് ഇന്ത്യ. അപ്പോൾ അവർ ചെയ്യുമ്പോണ്ടല്ലോ ഈ റോക്ക് കാവേൺസ് അല്ല, അണ്ടർഗ്രൗണ്ട് റോക്ക് കാവേൺസ് ഒക്കെ വളരെ സേഫ് ആയിട്ട് ബിൽഡ് ചെയ്യുക എന്നുള്ളത് അവരൊരു എക്സ്പെർട്ടീസ് തന്നെയാണ്. അത് മാത്രമല്ല, ഈ പറഞ്ഞ പോലെ ഈ അതിലേക്ക് പോകാനുള്ള ടണലൊക്കെ ഇല്ലേ, ഈ ടണലിൽ സീപ്പേജ്, അതായത് വെള്ളം ഇറങ്ങാനോ അല്ലെങ്കിൽ വേറെ ഒരു മുകളിൽ മഴ പെയ്യുമ്പോൾ ഒന്നും വെള്ളം ഇറങ്ങാൻ പാടില്ല. അത് മാത്രമല്ല, ഈ പറഞ്ഞ പോലെ ഒരു എക്സ്പ്ലോഷൻ ഒക്കെ നടക്കുകയാണെങ്കിൽ ഇതിനൊന്നും സംഭവിക്കരുത്, ഓയിലാണ് കിടക്കുന്നത്. അപ്പോൾ അതൊക്കെ വളരെ സേഫ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യാനുള്ള ഒരു എഞ്ചിനീയറിംഗ് കേപ്പബിലിറ്റി ഉള്ള ഒരു കമ്പനിയാണ്. ശരിക്കും പറഞ്ഞാൽ കോംപ്ലക്സ് എഞ്ചിനീയറിംഗ് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയ ഒരു കമ്പനിയാണ് എഞ്ചിനീയേഴ്സ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ. ഇതിന്റെ മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറഞ്ഞാൽ 13,590 crores ആണ്. ഇത് ട്രേഡ് ചെയ്യുന്ന മാർക്കറ്റ് പ്രൈസ് 242 crores ആണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒരു ഡിസ്ക്ലൈമറോട് പറയുന്നു, എനിക്കോ അനിലേക്കോ ഇതിൽ ഈ സ്റ്റോക്കിൽ ഒരു വെസ്റ്റഡ് ഇൻട്രസ്റ്റും ഇല്ല, നമ്മൾ പേഴ്സണലി ഹോൾഡ് ചെയ്യുന്നില്ല, നമ്മുടെ റിലേറ്റീവ്സും ഇല്ല, നമ്മുടെ ഫ്രണ്ട്സും ഹോൾഡ് ചെയ്യുന്നില്ല, നമ്മൾ റെക്കമെൻഡ് ചെയ്തിട്ടും ഇല്ല എന്നുള്ളതാണ്. ഇത് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് ഈ പറയുന്ന പോലെ ഒരു അക്കാഡമിക് പർപ്പസിന് മാത്രമാണ്. നിങ്ങളൊരു ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസർ, രജിസ്റ്റേർഡ് സെബി രജിസ്റ്റേർഡ് ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസറിന്റെ കൺസൾട്ടന്റിനെ സെബി രജിസ്റ്റേർഡ് ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസറിന്റെ കൺസൾട്ടേഷനിൽ മാത്രം നിങ്ങൾ സ്റ്റോക്ക് പിക്ക് ചെയ്യുക എന്നുള്ളത് നമ്മൾ പറഞ്ഞു വയ്ക്കുന്നു. ബാക്കി അനിലേക്ക് ആഡ് ചെയ്യാം. ഏതായാലും നമ്മുടെ ഇന്നത്തെ ഈ ഒരു ഓപ്പണിംഗ് അവേഴ്സിൻ്റെ ഒരു എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാനുള്ള ഒരു സമയമായിരിക്കുകയാണ്. സുരജ് സാർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്ന എല്ലാ ഇൻഫോർമേഷൻസും എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ് നിങ്ങളിലേക്ക് എത്തിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇതൊന്നും തന്നെ ഒരു സ്റ്റോക്ക് റെക്കമെൻഡേഷൻ അല്ല. സോ ഏതെങ്കിലും തരത്തിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുകയാണെങ്കിൽ ഒരു സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റിൻ്റെ അഡ്വൈസ് ചെയ്തതിന് ശേഷം മാത്രം നടത്തുക. ഏതായാലും ഇന്നത്തെ ഓപ്പണിംഗ് അവേഴ്സിൻ്റെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുകയാണ്. കൂടുതൽ മാർക്കറ്റിൻ്റെ ഇൻട്രസ്റ്റിംഗ് ന്യൂസും ഒപ്പം തന്നെ മറ്റ് വളരെ ഡെപ്തിലുള്ള അനാലിസും ഒക്കെ ആയിട്ട് നാളെ ഒരു പുതിയ എപ്പിസോഡിൽ കാണാം. നന്ദി, നമസ്കാരം.